ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മീറ്റിംഗ് പ്രിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ദേവദാസൻ, അതുപോലെ ഇവിടുത്തെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ എലീഷ അവർകൾ, അദ്ദേഹം ഓർപ്പിച്ചതുപോലെ 15 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് ഓർമ്മയില്ല. സ്തോത്രം. ഏതായാലും പിന്നെയും 15 കൊല്ലത്തിന് ശേഷം കാണാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും 15 കൊല്ലം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല. സ്തോത്രം. എനിവേ, ദൈവം ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെ ഈ ദേശനിവാസികളെ വന്ന് കാണുവാനും സ്തോത്രം, നിങ്ങളോട് ഒരുമിച്ച് വചനം സംസാരിപ്പാനും കർത്താവ് നൽകിയ നല്ല സാവകാശനായി ഞാൻ എൻ്റെ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, ഗായക സംഘം, എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിച്ചവും ശബ്ദവും നിയന്ത്രിക്കുന്നവരെല്ലാവരെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ദേശത്തിൽ ഇങ്ങനൊരു ക്രമീകരണം ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തിരുവെഴുത്തുകളെ ദേശത്തിൻ്റെ നടുവിൽ വായിച്ച് എല്ലാവർക്കും മനസ്സിലാകാൻ പാകത്തിന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒന്ന്, നമുക്ക് വായിക്കാൻ നേരമില്ല; 2, വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ ഈ 2 കാരണത്താൽ എല്ലാവരെയും കാര്യം വായിപ്പിച്ച് കേൾപ്പിച്ച് തരാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ബോക്സൊക്കെ വെച്ച് കെട്ടി വെളിച്ചമൊക്കെ വെച്ച് നിങ്ങളെല്ലാവരും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. സ്തോത്രം. പിന്നെ അതിനോട് കൂടെ നമ്മൾ 2 പാട്ടൊക്കെ പാടി ആരാധിക്കും. അത് വേറെ. പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ കാര്യം നിങ്ങളുടെ കാതുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. കേൾക്കുന്നോ കേൾക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്. പറഞ്ഞു തീർക്കുന്നതോടുകൂടി നമ്മുടെ ഉത്തരവാദിത്വം അവസാനിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. അല്ലേ? അതിനകത്ത് ഒരുപാട് കാര്യം ഉൾക്കൊള്ളിച്ചാണ് ക്രിസ്തു സംസാരിച്ചിരിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുതൊരു ദിവസം. അത് നമ്മുടെ രക്ഷയുടെ ദിവസമാണ്. ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ ശിക്ഷയുടെ ദിവസമായി അത് മാറും. മനസ്സിലാണ്ടോ? നമ്മുടെ രക്ഷയുടെ ദിവസമാണ്. ശ്രദ്ധിക്കാതെ പോയാൽ അത് ശിക്ഷയായി മാറും. അതാണ് യെശയ്യാ പ്രവചനത്തിൽ ചോദിക്കുന്നുണ്ട്, കാവൽക്കാരാ രാത്രി എന്തായി? അയാൾ മറുപടി പറയുകയാണ്, പ്രഭാതവും രാത്രിയും ഒരുമിച്ച് വരുന്നു. ഒരിക്കലും പ്രഭാതവും രാത്രി ഒരുമിച്ച് വരില്ല. അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം, ഒരു കൂട്ടർക്ക് വരുന്ന ആ പകൽ അല്ലെങ്കിൽ ആ സമയം പ്രഭാതമായും ഒരു കൂട്ടർക്ക് ആ വരുന്ന സമയം രാത്രിയായും മാറും. എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിനായി കാത്തിരിക്കുന്ന ജനത്തിനത് നിത്യപ്രഭാതമായും രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത് നിത്യരാത്രിയായും മാറും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്നോളൂ. നമ്മുടെ കസേരയ്ക്ക് അറേഞ്ച് ചെയ്യുന്നതാണ്, സാരമില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്നോളൂ. കേട്ടോ? മനസ്സിലാണ്ടോ? ഒരു പ്രഭാതത്തിന് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ ദിവസം നമുക്ക് നിത്യപ്രഭാതമായി മാറും. പിന്നെ നമുക്ക് രാത്രിയില്ല. അല്ലേ? അതാണ് നമ്മുടെ പാട്ടുകാരൊക്കെ പാടിയത്, രാത്രിയില്ലാത്തൊരു ദേശം എന്നേക്കും പാർപ്പിടമായി. അല്ലേ? നമ്മൾ രാത്രിയില്ലാത്തൊരു ദേശത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് മാറും. നമുക്ക് നിത്യപ്രഭാതമായിരിക്കും. അല്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് അത് നിത്യരാത്രിയായിരിക്കും. അപ്പോൾ ഒറ്റ കാഹളം 2 കൂട്ടർക്ക് 2ആയിട്ട് മാറും. നമുക്കിതേതാകും എന്നുള്ള കാര്യം നമ്മൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് അനുസരിച്ചിരിക്കും. ശരീരത്തിൽ ഇരിക്കുമ്പം വേണം ടിക്കറ്റ് എടുക്കാൻ. ശരീരത്തിൽ ഇരിക്കുമ്പം വേണം തീരുമാനിക്കാൻ. ചത്തതിന് ശേഷം ഒരു പരിപാടി കൊണ്ടും ആ പരേതന് ഗുണം ഉണ്ടാവില്ല. ആ ശുശ്രൂഷ നടത്തുന്ന ഞങ്ങൾക്ക് ഗുണമാണ് കേട്ടോ. അല്ലേ? മരിച്ച ആളിന് വേണ്ടി കല്ലറയ്ക്ക് ഒരു പ്രാർത്ഥന നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. ഞങ്ങൾക്ക് 2000 രൂപയും കിട്ടും. ഇപ്പൊ പിന്നെ ഇഡലി സാമ്പാറൊന്നുമല്ല, ബിരിയാണിയും ചിക്കനും ഒക്കെയാണ്. അല്ലേ? അതുകൊണ്ട് ചത്തയാളിന് വേണ്ടി 16 നടത്തിയാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ, 20 നടത്തിയാലും സന്തോഷമേ ഉള്ളൂ, 46 നടത്തിയാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഇതിൽ കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് നേട്ടമാണ്. പരേതന് നയാ പൈസയുടെ നേട്ടം ഉണ്ടാവില്ല. കാരണം ബൈബിൾ പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം കണ്ടോ, ശരീരത്തിലിരിക്കുമ്പോൾ. ഈ രാത്രിയിൽ കൃപയാൽ നമ്മളെല്ലാവരും ശരീരത്തിലിരിക്കുകയാണ്. നാളെ ഈ നേരമാകുമ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് പറയാനും നോക്കില്ല. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ, പ്രഷറിനൊരു വല്ലാത്ത വേരിയേഷൻ ഉണ്ടായാൽ, സോഡിയത്തിനൊരു വ്യത്യാസം വന്നാൽ, അല്ലേ, എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുള്ള ഒരു രാസപദാർത്ഥത്തിന് വ്യത്യാസമുണ്ടായാൽ നാളെ ഈ സമയം നമ്മൾ ചിലപ്പോൾ മൊബൈൽ മോർച്ചറിയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് നല്ലൊരു സമയമാണ്. ശരീരത്തിലിരിക്കുന്ന സമയം നമ്മുടെ ബുക്കും പേപ്പറും തയ്യാറാക്കാൻ പറ്റിയ സമയം. അങ്ങനെയാണെങ്കിൽ ഇത് കേട്ടോണം, ഇത് തയ്യാറാക്കിക്കോണം. ഇനിയൊരു കൺവെൻഷൻ ചിലപ്പോൾ കിട്ടിക്കൊള്ളും എന്ന് പ്രതീക്ഷിക്കരുത്.
മനസ്സിലാകുന്നുണ്ടോ? ഈ ഗ്രൗണ്ടിൽ തന്നെ 3ാമത്തെ കൺവെൻഷൻ എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനിയൊരു കൺവെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് മട്ടിനിരിക്കരുത്. വളരെ ഗൗരവത്തോടുകൂടി കാര്യത്തെ കാണണമെന്ന് ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിക്കാം. 1-2 വാക്യങ്ങൾ എമർജൻസി ആയിട്ട് വായിച്ചു വിട്ടോട്ടെ. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടെ രക്ഷപ്പെടാൻ വേണ്ടി യഹോവയുടെ ദിവസത്തിനായി കാത്തിരിക്കുന്നവരുടെ നോക്കി ആമോസ് പ്രവാചകൻ പ്രവചിക്കുകയാണ്. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം എന്ന് പറഞ്ഞാൽ അത് ഗുണമില്ലാത്ത ആൾക്കാരെ കാത്തിരിക്കുന്നത്, അല്ലേ? നമ്മളിൽ പല ആൾക്കാരും ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. യഹോവയുടെ ദിവസത്തിൽ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകും. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു വീട്ടിൽ പോയി. അവിടെ എല്ലാവരും ഭയങ്കര കാശുകാരാണ്, ഭയങ്കര ഓഫീസേഴ്സാണ്. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ. എല്ലാവരും ഭയങ്കര കാശുകാരാണ്. അപ്പം ഞാനതിൽ ഒരു പ്രധാനപ്പെട്ട സയന്റിസ്റ്റിനെ പിടിച്ചിരുത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ മരിച്ചാൽ എവിടെ പോകും? പുള്ളി പറഞ്ഞു സ്വർഗ്ഗത്തിൽ പോകും. ഞാൻ ചോദിച്ചു, എന്താ എൻ്റെ സൂചന എന്താണ്? അത് പള്ളി പറയുന്നുണ്ട് നമ്മളൊരു സ്വർഗ്ഗത്തിൽ പോകുന്നത്, അല്ലേ? അടുത്ത ചോദ്യത്തിന് നിൽക്കുമ്പോൾ അയാൾക്ക് ചോദ്യം കേൾക്കാനുള്ള താല്പര്യമില്ല. അയാൾ പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി. പിന്നെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ കളഞ്ഞിട്ട് പോന്നു. കാര്യം അയാൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അയാളുടെ അപ്പൻ സയന്റിസ്റ്റാണ്, അമ്മ സയന്റിസ്റ്റാണ്, അയാൾ സയന്റിസ്റ്റാണ്, ഭാര്യ സയന്റിസ്റ്റാണ്, അയാളുടെ മകൾ സയന്റിസ്റ്റാണ്, മറ്റൊരു മകൾ ഡോക്ടറാണ്. എല്ലാം കൂടെ കൊണ്ട് വീട്ടിലെ സെറ്റപ്പ് ഒന്ന് മനസ്സിലാകുന്നുണ്ടോ? സയന്റിസ്റ്റുമാരെയും ഡോക്ടർമാരെ കൊണ്ട് കാലുവെട്ട് നടക്കാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ കിടക്കുന്ന ഒരു ഭവനാന്തരീക്ഷം മനസ്സിലാക്കുന്നുണ്ടോ? 83 വയസ്സുള്ള ഏറ്റവും മൂത്ത സയന്റിസ്റ്റ് പിന്നത്തെ പറയുക പെട്ടിപ്പോവാൻ കണക്കിന് അങ്ങനെ കിടക്കുകയാണ്. വയറിനകത്ത് എവിടെയോ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, അതിങ്ങനെ ബാക്കി ശരീരഭാഗങ്ങളിലേക്കൊക്കെ ബാധിച്ചിരിക്കുന്നു. മരിക്കാൻ വേണ്ടി അയാൾ കാത്തിങ്ങനെ വെറുതെ കിടക്കുകയാണ്, അല്ലേ? അയാളുടെ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് അതെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ജോലിയുള്ള ആളിനോട് ഞാൻ ചോദിച്ചു എന്താണ് ഇതിൻ്റെ വകുപ്പ്? അപ്പോൾ അയാൾ എങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സ്വർഗത്തിൽ പോകുന്നത്. സ്തോത്രം. സ്വർഗത്തിൽ പോകണമെങ്കിൽ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഏതെങ്കിലും നല്ല കൊള്ളാന്നുള്ള പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്നും പറഞ്ഞ് സ്വർഗത്തിൽ പോകും നമ്മളാരും വിചാരിക്കരുത്. സ്തോത്രം. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. കൊള്ളാന്നുള്ളൊരു പള്ളിയിൽ ചെന്നാൽ നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള മെമ്പർഷിപ്പ് കിട്ടുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. തിരുവെഴുത്തിൽ പറയുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ചേരാൻ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് വചനം പറഞ്ഞിരിക്കുന്ന പ്രകാരം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കൃപാവരങ്ങളെ കർത്താവിൽ നിന്ന് പ്രാപിച്ച് തിരുവെഴുത്തു പറയുന്ന ഉപദേശപ്രകാരം ജീവിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ കാഹളത്തിൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇത് സിമ്പിളായിട്ട് ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞതാണ്. ചിലരിങ്ങനെ അമാന്തിച്ച് കാത്തു നിൽക്കുകയാണ്. സ്നാനപ്പെട്ടിട്ടുണ്ടല്ലോ, നമ്മൾ കൊച്ചിലെ പെട്ടിട്ടുണ്ടല്ലോ, അത് പെട്ടുപോയതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ടോ? വായ കൊണ്ട് ഞാൻ ഏറ്റു പറയണം. വചനം ഇങ്ങനെ പറയുന്നത്, മർക്കോസ് 16:16 പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഇവിടെ കുറേ പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പിള്ളേരുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് എന്ത് വിശ്വസിക്കാനാ? അവർക്ക് തെക്കും വടക്കും അറിയത്തില്ല, വലിയവർക്കേ അറിയത്തില്ല, പിന്നെ പിള്ളേരുടെ കാര്യം, അല്ലേ? ഞാൻ പാപിയാണെന്ന ബോധം ഈ കുഞ്ഞുങ്ങൾക്ക് എവിടെ ഇരിക്കുന്നേ? എൻ്റെ പാപത്തിനൊരു പരിഹാരം വേണമെന്ന ബോധം ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എവിടെ നിന്നായിരിക്കുന്നേ? അപ്പൊ ഇവർക്കൊന്നും ഈ പറഞ്ഞ തരത്തിലുള്ള ബോധമില്ല. ഇവർ കുഞ്ഞു കുട്ടികളാണ്, അല്ലേ? നിങ്ങളൊരു സാധനം എടുത്ത് കൊടുത്താൽ അവർക്ക് അത് എങ്ങനെ തിന്നണമെന്നൊന്നും അവർക്കറിയില്ല. നമ്മൾ തിന്നുന്ന കണ്ടാണ് അവർ പഠിക്കുന്നത്, അല്ലേ? പല കാര്യങ്ങളും നമ്മൾ അവരെ നിർബന്ധിച്ച് പഠിപ്പിച്ച് ചെയ്യിപ്പിക്കുകയാണ്. കാര്യം അവർക്കതറിയില്ല, അല്ലേ? അത് കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. മുതിർന്നതിൻ്റെ കേസും ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് എങ്ങും തൽക്കാലം പോകുന്നില്ല, ഞാനിങ്ങ് പോരുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, വളരെ കൃത്യമായി തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന നമ്മൾ പാപത്തിൽ പെട്ടിരിക്കുന്നു എന്നും ഈ പാപത്തിൽ നിന്നൊരു മോചനം നമുക്ക് അനിവാര്യമാണെന്നും സ്തോത്രം തിരിച്ചറിവ് നമുക്ക് ആദ്യം ഉണ്ടാകണം. എന്നിട്ട് വേണം നമുക്ക് പാപമോചനം എവിടെ കിട്ടുമെന്നതിനെക്കുറിച്ച് ഒരു ചിന്ത നമുക്കുണ്ടാകാൻ. അടുത്താണ് കർത്താവിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ടാകാൻ. എന്നിട്ടാണ് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ. ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വായി കൊണ്ട് ഏറ്റുപറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവണം, ഇല്ലേ? ഇതൊരു വലിയ പ്രോസസ്സാണ്. ഒരുപാട് കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞാലേ ഇത് പറ്റത്തുള്ളൂ. ഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊരു വലിയ അറിവാണ്. ഈ ഒരു വലിയ അറിവ് നമുക്കുണ്ടായി മാനസാന്തര അനുഭവത്തിലേക്ക് നമ്മൾ പോകാൻ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കണ്ടോ? നമ്മളാ തീരുമാനിക്കണം. അത് അടുത്തുള്ള വേറെ ആർക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. എൻ്റെ സ്നാനത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത്, എൻ്റെ ക്രിസ്തുവിൻ്റെ പുറകെ നടക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുന്നതിനെക്കുറിച്ച്, എൻ്റെ അനുഭവത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് എൻ്റെ അപ്പനോ അമ്മയോ ഭാര്യയോ അമ്മായിയപ്പനോ ഒന്നുമല്ല. അതിന് ഞാനാ തീരുമാനം എടുക്കണ്ടേ.
മനസ്സിലാണ്ടോ? എൻ്റെ പേഴ്സണൽ കാര്യമാണിത്. അതാ വചനം പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ സ്നാനമേറ്റാലും ശിക്ഷാവിധിയിൽ അകപ്പെടും. മനസ്സിലാണ്ടോ? വിശ്വസിക്കാതെ എടുക്കുന്ന ഒരു വെള്ളത്തിലെ കളിക്കും സ്നാനമെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ? ചിലർ മുങ്ങിയെടുക്കണോ തളിച്ചെടുക്കണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ചിലർ ചോദിക്കുന്നത് ശിശു ആയിരിക്കണോ വലുതായിരിക്കണോ? ബൈബിളിൽ 2 സ്നാനമേ ഉള്ളൂ. ഒന്ന് മാനസാന്തര സ്നാനം, അത് യോഹന്നാൻ കൊടുത്ത സ്നാനം. 2 വിശ്വാസ സ്നാനം, അത് പിന്നീട് ശിഷ്യന്മാർ കൊടുത്ത സ്നാനം. നമുക്ക് മാനസാന്തര സ്നാനമല്ല ആവശ്യം, വിശ്വാസ സ്നാനമാണ് ആവശ്യം. അപ്പോൾ വിശ്വസിക്കാനുള്ള വയസ്സാകണ്ടേ, അല്ലേ? പള്ളിയിൽ മെമ്പർഷിപ്പ് കിട്ടാനല്ല സ്നാനം. അതിന് നിങ്ങൾ പറയുന്ന ഏതെങ്കിലും തളിയോ കുളിയോ കളിയോ നിങ്ങൾക്ക് സൗകര്യമുള്ളത് എടുക്കാം. പള്ളിയിൽ മെമ്പർഷിപ്പ് തരുന്നതല്ല സ്നാനം, ക്രിസ്തുവിനോട് ചേരുന്നതാണ് സ്നാനം. എന്തിനാ ക്രിസ്തുവിനോട് ചേരുന്നത് ചോദിച്ചാൽ, ക്രിസ്തുവിനോട് ചേരാതെ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കാവില്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ, കണ്ടോ എത്ര മനോഹരമായിട്ട് പറയാ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇത് എവിടെ നിന്നാണ് ഈ ശിക്ഷയൊക്കെ വന്നുപെട്ടത്? തൊട്ട് താഴെ പറയാണ്, ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രമാണം എൻ്റെ മേൽ മരണം കൊണ്ടുവച്ചു. എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. ആ പ്രമാണം എന്നിലേക്ക് കൊണ്ട് ഏൽപ്പിച്ചത് മരണമാണ്. 1-ാം മനുഷ്യനായിരുന്ന ആദം വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചതോടുകൂടി എൻ്റെ മേൽ മരണം വന്നു വിട്ടു. മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള വേർപാട്. ആ മരണം മാറ്റാനാണ് കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നത്. കർത്താവ് നമുക്ക് തന്നത് ജീവനാണ്, അല്ലെങ്കിൽ നിത്യജീവനാണ്. എന്ന് പറഞ്ഞാൽ ദൈവവുമായി നിത്യമായ ബന്ധം. അപ്പൊ ദൈവവുമായി നിത്യമായ ബന്ധം വേണമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവവുമായി താൽക്കാലിക ബന്ധം ഒപ്പിക്കണം, അല്ലേ? അതിനാണ് നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്. യേശുവിലൂടെ അല്ലാതെ നമുക്ക് ഈ ബന്ധം സ്ഥാപിക്കാൻ ഒക്കില്ല. അതാ അവിടെ പറഞ്ഞത്, ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപം നിമിത്തം പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു. നമ്മുടെ പാപത്തിന് യേശുവിന്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതുകൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടേണ്ട കാര്യമില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതോടുകൂടി നമ്മുടെ പാപം എഴുതി തള്ളുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പാപം എഴുതി. അതുകൊണ്ട് ആ ക്രിസ്തുവിനോട് നമ്മൾ ചേരുമ്പോഴാണ് സ്നാനപ്പെടുന്നത്. അത് 6-ാം അധ്യായത്തിൽ പറയുന്നത്. ഒന്ന് വായിക്കാവോ? 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? കണ്ടോ, നമ്മുടെ ഏത് പാപത്തെയും കഴുകിക്കളയുമെന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായി നമുക്കൊരു ചിന്ത തോന്നും, എന്നാ 2 എണ്ണം കൂടെ ചെയ്തേക്കാം. എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു. ആ സ്നേഹിതൻ ഹാർട്ടിന് കണ്ടൊക്കെ പുള്ളിക്ക് പരുവക്കേട് വന്നിട്ട് പുള്ളി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഹാർട്ട് പുള്ളിക്ക് ഓപ്പറേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ ഒരു കണ്ടീഷനിലേക്ക് പുള്ളി ചെന്നുപെട്ടു. ഒടുവിൽ പുള്ളിക്ക് 2 പെൺപിള്ളേരുണ്ട്. അപ്പോൾ അയാൾക്കറിയാം, ഈ ഓപ്പറേഷനിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ തട്ടിപ്പോകുന്ന പുള്ളിക്ക് ഉറപ്പായി. അങ്ങനെ പുള്ളി ഒരു കാര്യം ചെയ്തു, ഒരു പുതിയ എന്താ പറയുക അവൻ്റെ പോളിസി എടുത്തു, ഇൻഷുറൻസ്. അതിൻ്റെ ഒരു പോളിസി പുള്ളി എടുത്തു. അത് നല്ല കൂടിയ എമൗണ്ടിന് പുള്ളി എടുത്തു. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഉറപ്പായി, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചാവുമെന്ന് ഉറപ്പായി. അപ്പം നല്ല കൂടിയ പൈസ കിട്ടുന്ന ഒരു പോളിസി ഞാൻ എടുത്തു വച്ചിരുന്നാൽ ഞാൻ ചാകും, അപ്പം എനിക്ക് പൈസ അടയ്ക്കേണ്ട, പിള്ളേർ രക്ഷപ്പെട്ടോളും, അല്ലേ? നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരുണ്ടോ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലേ? അങ്ങനെ നല്ല 2 പോളിസി, പിള്ളേർക്ക് നല്ല ഭാവി ഉണ്ടാകാൻ എനിക്കൊണ്ട് 35 ലക്ഷമോ 40 ലക്ഷമോ വെച്ച് പിള്ളേർക്ക് 2 എണ്ണത്തിനും കിട്ടാൻ പാകത്തിനുള്ള തരക്കേടില്ലാത്ത നല്ല എന്താ പറയുക 2 പോളിസി എടുത്ത് വെച്ചിട്ട് പുള്ളി ഓപ്പറേഷന് വേണ്ടി കയറി. നല്ല ചങ്കുറ്റുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ചാവെന്ന് ഉറപ്പ് വെച്ചിട്ട് ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പുള്ളി കയറിയത്. ഓപ്പറേഷന് കയറി, നിർഭാഗ്യവശാൽ പുള്ളി ചത്തില്ല. പിന്നീട് എന്നെ കാണുമ്പോൾ പറയും, അന്ന് ഞാൻ പിള്ളേരെ രക്ഷപ്പെടാൻ വേണ്ടി വെച്ചതാ, ഇത് എനിക്ക് കെണിയായി. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. കൃപ ഒരുപാട് ചോർത്തി തരുന്നു എന്നതുകൊണ്ട് 2 പാപം കൂടി ചെയ്തേക്കാം എന്ന് തീരുമാനിക്കരുത്. അതാ അവിടെ പറയുന്നത്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാളും അരുത്. വൈകെ ഒരു നാളും അരുത്, പാപസംബന്ധമായി മരിച്ചവരെ. കണ്ട, നമുക്കിനി പാപം ചെയ്യാൻ പറ്റൂല എന്ന്
ക്രിസ്തുവിലായ സ്ഥിതിക്ക് നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ചെയ്യുമെന്നാ ചോദ്യം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? സ്നാനപ്പെട്ട് കഴിഞ്ഞ ശേഷം കാല കാര്യമായി പറയുന്നേ. നമ്മൾ മരിക്കാത്ത പിള്ളേരെയാണ് സ്നാനപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ പാപം എന്തെന്നോ അതിൻ്റെ പാപസംബന്ധമായ മരണം എന്തെന്നോ തെക്കെവിടെന്നോ വടക്കെവിടെയെന്നോ അപ്പനാരെന്നോ അമ്മയാരെന്നോ യാതൊരു ബോധമില്ലാത്ത ഈ കൊച്ചിനെ പിടിച്ചുകൊണ്ട് തുണിയിൽ പൊതിഞ്ഞ് വെച്ചു കൊടുക്കും, മറ്റങ്ങനെ തലയിൽ തളിച്ചു കൊടുക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ തലയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതാണ് സ്നാനമെന്ന് നമ്മൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ആ കൊച്ചിന്റെ ഭാവിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. സ്വതന്ത്രം. ഇനി കേട്ടോണേ, വായിക്ക്. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ. കണ്ടോ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എവിടെ അറിയാൻ? കൊച്ചു പിള്ളേർക്ക് എന്തറിയാൻ പറ്റും? അവന്റെ മരണത്തിൽ പങ്കാളിയാകാൻ. കണ്ടോ? അല്ലാതെ ചർച്ചിൽ മെമ്പർഷിപ്പ് കിട്ടാനല്ല, ചർച്ചിലൊന്ന് പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ടല്ല. അവന്റെ മരണത്തിൽ പങ്കാളിയാകാൻ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രദ്ധിക്കുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവണ്ട. സ്വതന്ത്രം. മരണത്തിൽ, ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകാൻ. ഇത് എത്ര കുഞ്ഞുങ്ങൾക്ക് അറിയാം ഇതിനാണ് സ്നാനപ്പെട്ടതെന്ന്? ഇനി വലിയവർക്ക് എത്ര പേർക്കറിയാം? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ചിലരുടെ വിചാരം ഇതൊരു ജലചികിത്സയാണെന്നാണ്, മറ്റേ ആയുർവേദ കോളേജിൽ ചെയ്യും പോലെ അല്ലേ? ഇതൊരു ജലചികിത്സ അല്ല. ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തോടെ, ക്രിസ്തുവിൻ്റെ മരണത്തോടെ, ക്രിസ്തുവിൻ്റെ ഉയർപ്പിനോട് ചേരാൻ വേണ്ടിയാണ് സ്നാനപ്പെട്ടിരിക്കുന്നത്. അതാ അവിടെ ചോദിക്കുന്നത്, ഇനി നിങ്ങൾ എങ്ങനെ പാപം ചെയ്യും? വായിക്കേ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. തളിച്ചിടക്കപ്പെട്ടു എന്നല്ല, കുഴിച്ചിടപ്പെട്ടു. അതിനാണ് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് പൊക്കുന്നത്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ. പള്ളിയിൽ മെമ്പർഷിപ്പ് കിട്ടാനെന്നല്ല പറഞ്ഞേ, നാം ജീവന്റെ ക്രിസ്തു ഉയർത്ത് ജീവിച്ചതുപോലെ നാമും ജീവിക്കേണ്ടതിന് തന്നെ. നമ്മുടെ സ്നാനം അവിടെ തീർന്നു, ഇനി നമുക്ക് ഇഷ്ടമുള്ളല്ലോ ജീവിക്കാൻ. നോ, ക്രിസ്തു ഉയർത്തതുപോലെ നാമും ഉയർത്ത്, ക്രിസ്തു മഹിമയിൽ ജീവിച്ചതുപോലെ നാമും ആ മഹിമയിൽ ജീവിക്കേണ്ടതിനാണ് സ്നാനപ്പെടേണ്ടത്. വായിച്ചോ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായി എങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. വളരെ ഗൗരവമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്നാനത്തോടു കൂടി നമ്മൾ മരിച്ചു, അടക്കപ്പെട്ടു. അതിനെ വെള്ളത്തിൽ മുക്കുന്ന കേട്ടോ. അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ വാസ്തവത്തിൽ അവിടെ ഒരു സിംബോളിക് ഒരു പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത് അല്ലേ? അവിടെ ഒരു ആലങ്കാരികമായിട്ടുള്ളൊരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഞാൻ മരിച്ചു, ഞാൻ തീരുമാനിച്ചു ഞാൻ ക്രിസ്തുവിനോട് ജീവിച്ചോളാം, ഞാൻ ഓക്കെ പറയുമ്പോൾ പാസ്റ്റർ നമ്മളെ വെള്ളത്തിൽ മുക്കി അടക്കം കഴിഞ്ഞ് നമ്മളെ പൊക്കിയെടുക്കുന്നു. ഉയർത്തെഴുന്നേറ്റതിന് സമാനമാണത്. അതുകൊണ്ടാണ് തലയിൽ വെള്ളം തെളിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല, നമുക്കിങ്ങനെ മുക്കി തിരിച്ച് പൊക്കിയേ പറ്റുള്ളൂ. മനസ്സിലുണ്ടോ? ഈ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന നമ്മൾ ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തു ഉയർത്തതുപോലെ ഉയർക്കും. അതിൻ്റെ അർത്ഥം അതുപോലെ ജീവിച്ചില്ലെങ്കിൽ വിയർക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ചിലരുടെ വിചാരം വന്ന് മുങ്ങിപ്പോയ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് പതിയെ വന്ന് പല സഭകളിൽ വന്ന് ആൾക്കാർ മുങ്ങിയിട്ട് മുങ്ങുന്നുണ്ട് അല്ലേ? ഒരുപാട് CSIയിലൊക്കെ മിക്കവാറും ആൾക്കാർ മുങ്ങിയവരാണ്. എന്നിട്ട് അവിടെ ചെന്നിരിക്കുകയാണ് മുങ്ങാത്തവരുടെ കൂടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ശവത്തിനെ കൊണ്ട് സെമിത്തേരിയിൽ അടക്കം ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോയി നമ്മൾ ബിസ്ക്കറ്റും ചായയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന രംഗം ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരു ശവത്തിനെയും തിരിച്ചു വരാൻ കണക്കിനല്ല കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി ഇവിടെ കിടക്കാൻ പറഞ്ഞ് അവിടെ ഇട്ടേച്ച് വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. നമ്മൾ അവിടെ ചെന്ന് ബിസ്ക്കറ്റും ചായയും കുടിച്ച് വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ പാർട്ടി നമ്മുടെ ഇടയിൽ വന്നിരുന്നാൽ ഗതി എന്തായിരിക്കും? ഇതാണ് ഒരുമാതിരിപ്പെട്ട ഒരുപാട് ക്രിസ്ത്യാനികളുടെ ഗതി അല്ലേ? നിക്കോദിമോസ് രാത്രിയിൽ യേശുവിനെ കാണാൻ പോയതുപോലെ പാർട്ടികൾ അഡ്ജസ്റ്റ് ചെയ്ത് യേശുവിനെ കാണാനെന്ന മട്ടിന് ചർച്ചയിൽ ചെല്ലും. എന്നിട്ട് അവിടെ നിന്നൊരു ഇട്ടാവട്ട കറക്കമൊക്കെ കറങ്ങി പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുമെങ്കിൽ സ്നാനപ്പെട്ട് പതിയെ അവിടെ നിന്ന് മുങ്ങും. മനസ്സിലുണ്ടോ? പിന്നെ അവരുടെ ഇഷ്ടപ്രകാരം പോവുകയാണ്. ആ പരിപാടിയിൽ കളി നടക്കുകയല്ല. മുങ്ങുന്നെങ്കിൽ മുങ്ങാൻ വേണ്ടി മുങ്ങണം, സ്വർഗത്തിൽ പോകാൻ പാകത്തിന് മുങ്ങണം. അല്ലാതെ
വന്ന് മുങ്ങി പോയാൽ രക്ഷപ്പെട്ടോളും എന്നാരും കരുതരുത്. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇതൊരു വിവാഹം പോലെയാണ്. വിവാഹത്തിന് ചെറുക്കനും പെണ്ണും 2 വണ്ടിയിൽ വരുന്നു. വന്ന് നേരെ മണ്ഡപത്തിൽ കയറി അല്ലെങ്കിൽ എവിടെ ചർച്ചയിൽ കയറി ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ 2 പേരും ഒരു വണ്ടിയിലാണ് പിന്നെ പോകുന്നേ. കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അവിടെ വെച്ചെടുത്തിരിക്കുന്ന തീരുമാനം, ഇന്നു മുതൽ നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം വേർപിരിക്കുന്നത് വരെ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ഇതാണ് എഗ്രിമെന്റ്. അന്ന് എഗ്രിമെന്റിൽ അവർ സൈൻ ചെയ്യണം. ആ സൈൻ ചെയ്തിരിക്കുന്ന സൈൻ അതിൻ്റെ ആധികാരികമാകണമെങ്കിൽ ഇതിൽ ഒരാൾ മരിക്കണം. ഒരാൾ മരിക്കുന്നത് വരെ ആ ഒപ്പിനെ ഒപ്പെന്ന് പറയാനൊക്കില്ല. ഏത് സമയത്തും ചെന്ന് കോടതി ചെന്ന് പറയാം, അറിയാതെ ഇട്ടതാണ്, മാറ്റിത്തരാൻ പറയാം. അല്ലേ? മിക്കവാറും ആൾക്കാർ ഒപ്പിടാറില്ല. എവിടെ കൂടെയൊക്കെ ഇങ്ങനെ ഓടിപ്പോകാറാണ് പതിവ്. അല്ലേ? അത് സൗകര്യം പോലെ ചെയ്തോളൂ. ഞാൻ ഈ പറഞ്ഞ ഒറിജിനൽ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞേ. ചെറുക്കനും പെണ്ണും ഒപ്പിട്ടിട്ടുണ്ട്. കണ്ടുകൊണ്ടിരുന്ന 4-5 പേരും ഒപ്പിട്ടിട്ടുണ്ട്. ഈ ഒപ്പ് ആധികാരികമായി മാറണമെങ്കിൽ, സാധുവായി മാറണമെങ്കിൽ 2-ൽ ഒരാൾ മരിക്കണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ലോകത്തിലൊരു കോടതിക്ക് ഇതിനെ വേർപെടുത്താൻ പറ്റത്തില്ല. ഒരാൾ മരിക്കാതിന് 2 പേരും ജീവിച്ചിരിക്കുന്നിടത്തോളം കോടതിക്ക് ഇതിനെ വേർപെടുത്താം. മനസ്സിലാകുന്നുണ്ടോ? 2 പേര് ചേർന്ന് കോടതി ചെന്നാൽ മ്യൂച്വലായിട്ട് അവർ ഡിവോഴ്സ് അടിച്ചു തരും. ഒരാളാണെങ്കിൽ കുറേ ദിവസം കേസും വഴക്കുമായിട്ട് നടന്നതിന് ശേഷം അവരടിച്ചു തരും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, 2-ൽ ഒരാൾ മരിച്ചാൽ ഒരു കോടതിക്കും അതിൽ ഡിവോഴ്സ് പിന്നെ സാധുവാക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നമ്മളുടെ സ്നാനമായി മാറണമെങ്കിൽ നമ്മൾ മരിക്കണം. മരിക്കാത്തിടത്തോളം ഏത് സമയവും ആ സ്നാനം എന്തായി മാറും? അസാധുവായി മാറും. ഏത് സമയവും ആ സ്നാനം അസാധുവായി മാറും. അതുകൊണ്ട് നിങ്ങൾ മുങ്ങിയത് അവിടെ സാധുവാണോ അസാധുവാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. മുങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചൂടുവെള്ളത്തിൽ മുങ്ങിയിട്ടും കാര്യമൊന്നുമില്ല. തിരുവഴുത്തനുസരിച്ച് മുമ്പിലോട്ട് ലൈഫ് പോകുന്നില്ലെങ്കിൽ ആ സ്നാനം വേസ്റ്റാണ്. അവരോടാണ് ആമോസ് ചോദിക്കുന്നത്, ദൈവത്തിൻ്റെ ദിവസത്തിനായി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് എന്താ പ്രയോജനം? ദൈവത്തിൻ്റെ ദിവസം കൊണ്ട് നിങ്ങൾക്കെന്ത് ഗുണം? അത് ആമ്പിള്ളേർക്കുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി ആ ദിവസത്തെക്കുറിച്ച് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ആ ദിവസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ വിശദീകരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. സമയം വളരെ കുറവാണ്. കമ്പി വാചകം പറഞ്ഞു പോകാം. ഉറങ്ങുന്നവരിറങ്ങിക്കോ, സാരമില്ല, കുറേ കഴിയും. മനസ്സിലാവുണ്ട്? കുറേ കഴിയും. 3 ഹല്ലേലൂയ പറയുമ്പോൾ എണീച്ച് പോക്കണം. വേറെ നോക്കാനൊന്നുമില്ല, തീർന്നു. സ്തോത്രം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്നൊക്കെ പറയും, എണീച്ച് പൊക്കളരുത്. സ്തോത്രം. സെഫന്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 14 മുതൽ 2-3 വാക്യം വായിക്കാം. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. ഭാഗ്യം കിട്ടി. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ട് വരുന്നു. കണ്ടോ? യഹോവയുടെ ദിവസം ബന്ധപ്പെട്ട് വരിക. വായിക്കേ. കേട്ടോ യഹോവയുടെ ദിവസം. വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. വീരൻ കഠിനമായിട്ട് നിലവിളിക്കുമെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ വീരന്മാരില്ലേ, കയ്യിലേക്ക് പൊക്കി കൊടുത്ത് ഉടുപ്പൊക്കെ ഇങ്ങനെ നിവർത്തിയിട്ട്, അല്ലേ, നെഞ്ചൊക്കെ വിരിച്ചു പിടിച്ച് നടക്കുന്ന. അവരുടെ വിചാരം ഇവർ ചവിട്ടിയിട്ടാണ് ഭൂമി കറങ്ങുന്നതെന്നാണ് വിചാരം. ചില ചേട്ടന്മാർ അങ്ങനെ പോകുന്നതാണെന്ന് എനിക്ക് ചിരി വരും. ആകെ 80 കിലോ ഇറച്ചി വെച്ചുകൊണ്ട് നടക്കുന്ന നടപ്പ് കണ്ടാൽ യവനാണ് ഈ ഭൂമി കറക്കുന്നതെന്ന് തോന്നും. സ്തോത്രം. പഞ്ചസാര താഴോട്ട് ഇറങ്ങിയാൽ വാഴ വെട്ടിയിട്ടോലെ താഴെ പോവും. പിന്നെ ഈ 80 കിലോ പൊക്കണമെങ്കിൽ 4 പേര് വേണം. നിങ്ങളെന്താ ഒരുമാതിരി കഷായം കുടിച്ചോലെ ഇരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അതാ ഇവിടെ പറയാം. അതാ വീരൻ എന്ന് പറഞ്ഞാൽ. വീരൻ്റെ ഒരു പ്രത്യേകത, ഒരു വീരനും ഒറ്റയ്ക്ക് അടിക്കാൻ പോകത്തില്ല. 4-5 പേരുടെ കൂട്ടത്തിനേ ഉള്ളൂ. ഒറ്റത്തിന് പോകുമ്പോൾ അവനെ അടിച്ച് പീസാക്കും. കണ്ടിട്ടില്ല നിങ്ങൾ? ഒറ്റയ്ക്ക് ഒരു വില്ലനും പോകത്തില്ല, ടീമായിട്ടേ പോകത്തുള്ളൂ. ടീമായിട്ട് പോയി ഒരുത്തനെ അടിക്കാൻ പോകുന്നതാണ്. പിന്നെ അവൻ ആരോ വീരൻ എന്ന് പേരിട്ടിരിക്കുകയാണ്. ബോധമില്ലാത്തവൻ, എനിക്കറിയില്ല. ഒറ്റയ്ക്ക് പോകത്തില്ല അവൻ. ഒറ്റയ്ക്ക് പോയാൽ അവൻ വീട്ടിൽ പോകത്തുമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കും. ഒരു ദിവസം വരാൻ പോവുക. വായിക്ക്. ആ ദിവസം ക്രോധ ദിവസം. ആ ദിവസം ദൈവത്തിന്റെ ക്രോധ ദിവസം. കഷ്ടവും സങ്കടവുമുള്ള ദിവസം. കഷ്ടവും സങ്കടവുമുള്ള ദിവസം. ശൂന്യവും നാശവുമുള്ള ദിവസം. ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം. മേഘവും മൂടലുമുള്ള ദിവസം. ഉറപ്പുള്ള പട്ടണങ്ങൾക്കും, കേട്ടോളൂ, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തരങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവുമുള്ള ദിവസം. കാഹളനാദവും ആരവവുമുള്ള ദിവസം. ഉയരമുള്ള പട്ടണങ്ങൾക്ക്, ഉയരമുള്ള കൊത്തളങ്ങൾക്ക് വിരോധമായി ന്യായവിധി ദൈവം അടിച്ചുവിടുന്ന ദിവസം. അല്ലേ? നിങ്ങൾക്കറിയാം, വേൾഡ് ട്രേഡ് സെന്ററൊക്കെ കണ്ണടച്ചുറക്കുന്നതിന് മുമ്പ് താഴെ പോയി. അത് ദൈവത്തിൻ്റെ ക്രോധമല്ല, ഞാഞ്ഞൂല് പോലുള്ള ഒരുത്തൻ്റെ തലച്ചോന്തിയ ഐഡിയ ആണ്. അല്ലേ? വിമാനം ഇന്ധനം നിറച്ചുകൊണ്ട് ഇടിച്ചു കൊടുത്തു. അവകളെല്ലാം ചീട്ട് കൊട്ടാരം പോലെ താഴേക്ക് പോയി.
സ്വതന്ത്രം 100-110 നിലയുള്ള ബിൽഡിങ്ങുകളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക താഴെ പോയി. ഗ്രഹിക്കാൻ വരുന്നുണ്ടോ? അതിനേക്കാളും വമ്പൻ ബിൽഡിങ്ങുകൾ ഇപ്പോൾ ഉണ്ട്. ആ ബിൽഡിങ്ങുകളൊക്കെ തകർക്കാനുള്ള സംവിധാനങ്ങൾ മറുഭാഗത്ത് വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. നമുക്കതൊന്നും ഇപ്പം നോക്കാനുള്ള സമയമില്ല. ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചത് മനസ്സിലാൻ വേണ്ടി. വായിക്കേ. ആ ദിവസം ക്രോധ ദിവസം, ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം. കൊറോണ കാലത്ത് നമ്മൾ കുറച്ച് കഷ്ടവും സങ്കടവും ഒക്കെ കണ്ടതാ. നമുക്ക് സങ്കടം വന്നു, പ്രയാസം വന്നു, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലേ? ന്യൂസ് കേട്ടോണ്ടിരിക്കുമ്പോൾ ആൾക്കാരെങ്ങനെ കൊന്നു വാരിക്കോട്ട് പോകുന്ന കണ്ടു, ഒരുപാടൊക്കെ കണ്ട് നമുക്ക് പ്രയാസം വന്നു. അതിലൊന്നും കാര്യമില്ല. അതിനേക്കാൾ വലിയ സാധനം വരാൻ പോവുകയാണ്. വായിക്കേ. ശൂന്യവും നാശവുമുള്ള ദിവസം, ശൂന്യവും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം. ഇത് വായിച്ചതല്ലേ? വായിച്ചോ, പിന്നെ വായിച്ചോ. ഉറപ്പുള്ള പട്ടണങ്ങൾക്കും, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും, ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവുമുള്ള ദിവസം തന്നെ. വായിച്ചോ. മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം, മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കും. നിങ്ങൾ ആലോചിച്ചൊക്കെ, കണ്ണ് കാണാൻ മേലെങ്കിൽ എങ്ങനെ നടക്കും നിങ്ങൾ? മനുഷ്യൻ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. ഇതാരാ പറയുന്നത് അറിയാവോ? അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവമായി പറയുന്നേ. എന്നെ നിങ്ങളെ സൃഷ്ടിച്ച കർത്താവായി പറയുന്ന. പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്നതല്ല. പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്നെങ്കിൽ നമുക്ക് വേറെ പാർട്ടി ഓഫീസിൽ പിടിച്ചിട്ട് അവന്മാരെ തിരിച്ചടിക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഇത് പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്നില്ല. സ്വർഗത്തിൽ നിന്ന് കർത്താവ് പറയുക, ഞാൻ അവന് കഷ്ടത വരുത്തും. തടുക്കാൻ ആംബിയറുള്ള ഒരുത്തനുണ്ടെങ്കിൽ റെഡി ആയിക്കോളൂ. കർത്താവ് ന്യായവിധിയുമായി എഴുന്നേൽക്കാൻ പോവുകയാണ്. വായിക്കേ. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. ഇതാണ് റീസൺ. അവർ യഹോവയോട് പാപം ചെയ്തു. അതുകൊണ്ടാണ് കർത്താവ് ന്യായവിധി അയക്കുവാൻ പോകുന്നത്. വായിച്ചോളൂ. അവരുടെ രക്തം പൊടി പോലെ, അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. അപ്പോൾ ഇമാതിരി ഒരു ന്യായവിധി വരുന്ന ഒരു വാക്യങ്ങളുണ്ട്. വായിച്ചു. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. വെള്ളിക്കും പൊന്നിനും രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വെള്ളിക്കും പൊന്നിനും ഒരുപാട് അർത്ഥമുണ്ട് കേട്ടോ. ഒന്ന്, വെള്ളിയും പൊന്നും എന്ന് പറഞ്ഞാൽ കാശ് തന്നെയാണ്. സമ്പത്തിന് നമ്മളെ രക്ഷിക്കാൻ ഒക്കില്ല. പലരും പൈസ ഇങ്ങനെ കൂട്ടി ചിട്ടിയൊക്കെ കെട്ടി ബാങ്കിൽ ഇങ്ങനെ കുറേശ്ശെ സ്വരൂപിച്ച് വെക്കുന്നത് ഒരു അനർത്ഥകാലം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നല്ലതാ കേട്ടോ. ചിലരതിനെ മാലയായിട്ടും അരഞ്ഞാണമായിട്ടും ഇട്ട് കെട്ടിക്കൊണ്ട് നടക്കും. നല്ലതാ, ഏതായാലും കുഴപ്പമില്ല അല്ലേ? അവർ പറയുന്നത് ഇതൊരു ബുദ്ധിമുട്ട് വരുമ്പം പണയം വയ്ക്കാനെന്നാ. പക്ഷെ വചനം പറയുന്ന വെള്ളിയും പൊന്നും ആ സമയത്ത് ഗുണം ചെയ്യില്ലെന്നാ അല്ലേ? വചനം പറയുന്നു പൊന്നവർക്ക് മലമായി തോന്നുന്നാ പറയുന്നേ. ഈ പ്രതിസന്ധി വരുന്ന ഘട്ടം, ഈ പ്രയാസം വരുന്ന, ദൈവത്തിന്റെ ന്യായവിധി വരുന്ന സമയം പൊന്നു മലമായി തോന്നുന്നാ പറയുന്നേ. അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം ഇടാത്തത് അല്ലേ? ജോലിക്കുന്ന പെന്തക്കോസ്തുകാര് ഇതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് നടക്കുകയാണ്. നമുക്ക് എന്താ ഒരു സൗന്ദര്യക്കുറവ്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിട്ട് നടന്നിട്ട് എന്താ പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ധൈര്യത്തിൽ ഇറങ്ങി നടക്കാൻ ഒക്കില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് പാവങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് വാങ്ങിച്ചിരുന്നത്. അതിനേക്കാൾ ഇടാതിരിക്കുന്നില്ല നല്ലത് അല്ലേ? ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് തോമസ് അങ്കിളിനൊക്കെ അറിയാം. ഞങ്ങളുടെ നെയ്യാറ്റിൻകരയിൽ ഒരിടത്ത് ഞാൻ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു സഹോദരനുണ്ട്. അവിടുത്തെ ക്ലാസ് നടത്തുന്ന ആ വീട്ടിലെ സഹോദരൻ, അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ ഒരു ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ നിൽക്കുന്ന ചേച്ചി വൈകുന്നേരത്തെ രാവിലെ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ആരും അവരുടെ മാല പറിച്ചുകൊണ്ട് പോയി അല്ലേ? അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, മാല പറിച്ചുകൊണ്ട് പോയി. അപ്പം നമ്മൾ അയ്യോ, ചുമ്മാ നമുക്ക് പറയണമല്ലോ അയ്യോ എന്ന്. നമുക്കിവിടെ നഷ്ടമുള്ളല്ലെങ്കിലും ഒരു അയ്യോ ഇരിക്കട്ടെ അല്ലേ? ഞാൻ അയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറയുകയാണ്, 2 പയ്യന്മാർ ബൈക്കിൽ ഇങ്ങനെ വന്നിട്ട് ഈ സഹോദരിയുടെ അടുക്കൽ വന്ന് ഇങ്ങനെ അവർ റിസ്ക് എടുത്താണ് ഈ മാല പൊട്ടിച്ചത്. മാല പൊട്ടിച്ചിട്ട് അവർ വീണില്ല എന്നിങ്ങനെ തെന്നി പോയി. അപ്പോഴാൻറ്റിക്ക് വിഷമായി പോയി. എന്ന് പറഞ്ഞാൽ ഇത് കടയിൽ കിടന്ന മാലയാണ്, ഇത് കൊണ്ടുപോകാൻ വേണ്ടി അവൻ ഇത്രയും റിസ്ക് എടുക്കുന്നല്ലോ എന്ന് അല്ലേ? അപ്പം എന്നെ ചിന്തിപ്പിച്ച അതല്ല, ഈ ആൻറ്റിയുടെ കാര്യമാണ്. കള്ളൻ്റെ കയ്യിൽ ഈ മാല പോകുന്നത് വരെ ഇത് കഴുത്തിലിട്ട് എന്തോ സാധനമാണെന്നത് പോലെയല്ലേ ഇവർ നടന്നത്. അവൻ്റെ കയ്യിൽ പോയി കഴിഞ്ഞപ്പോഴല്ലേ ഇവർക്ക് ബോധം വന്നത്. നമുക്ക് എത്രയോ പേർക്ക് ഇപ്പോഴും വന്നിട്ടില്ല ബോധം. പ്രൈസ് ദി ലോർഡ്. മനപ്രയാസം വന്നിങ്ങനെ ഇറങ്ങുകയാണ്, സാരമില്ല നാളെ വരണ്ടല്ലോ, അതുകൊണ്ട് ഇന്നിച്ചിരി കടുപ്പിച്ചാലും കുഴപ്പമില്ല. സഹോദരം എഴുന്നേറ്റ് പൊയ്ക്കളായിരുന്നു, ആൾക്കാർക്ക് മനസ്സിലാവും ഇതാ പാർട്ടിയെന്ന്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഇടയ്ക്ക് എണീക്കാനേ പറ്റത്തില്ല. സഹോദരം ഈ പാർട്ടിയാണ് ആ പാർട്ടി എന്ന് അവർക്ക് മനസ്സിലാവും. സഹോദരം അവിടെ ശ്രദ്ധിച്ച് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കാം, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ദൈവമക്കളെ, പൊന്നിനും വെള്ളിക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ കാശിന് സമ്പത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. 2, പൊന്നും വെള്ളിയും കൊണ്ട് അവിടെ ദൈവങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരെണ്ണത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു ദൈവത്തിനും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ അസറ്റിന്, നമ്മുടെ സമ്പത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല.
ഒരു വലിയ ന്യായവിധി വരാൻ പോകുന്നു. അടുത്ത വാക്യം പറഞ്ഞത്, സർവഭൂമിയും അവന്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായി തീരും. സർവഭൂമി എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ? മഞ്ച. പേരുമലയോ? പേരുമല. അത്രയും ദൂരം ഒന്നും കണ്ണു പോകുന്നില്ല, ഞാൻ അതാണ് നോക്കിയത് ബോർഡ് ഓഫീസ് സ്വതന്ത്രം അല്ലേ. പേരുമലയിലും ഈ ന്യായവിധി വരും. മനസ്സിലായോ? ഈ മലയിൽ വരികയല്ല നിങ്ങൾ കരയരുത്, ഇത് പേരിനുള്ളൊരു മലയാണ്. ഈ മലയിലും വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ ബോക്സ് വെച്ചിട്ട് വിളിച്ച് പറയുന്നത്, ന്യായവിധി വരാൻ പോകുന്നു, ഓടി രക്ഷപ്പെട്ടോളാൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊന്നില്ലേ ഇല്ല. ഇത് സർവഭൂമിയെയും ബാധിക്കുന്ന ന്യായവിധിയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന മാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ, വചനമനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ഈ ന്യായവിധി വിട്ട് നമുക്ക് രക്ഷപ്പെടാം. കാര്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ ന്യായവിധിയുടെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവ് സംഭവിച്ചു കഴിഞ്ഞാൽ 4 ഘട്ടങ്ങളായി ഈ ഭൂമിയിൽ ന്യായവിധി സംഭവിക്കും. 4 ഘട്ടങ്ങളായി. വളരെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരുന്നാൽ മതി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും ഞാൻ. അത് കണ്ടോ, 4 ഘട്ടം എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യ ഘട്ടം, ഈ 4 ഘട്ടവും യുദ്ധമാണ്. അതിൻ്റെ ആദ്യ ഘട്ടം വെറും യുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലില്ലാതെ ദൈവം ട്യൂൺ ചെയ്ത് വെച്ച് നടക്കുന്ന ഒരു യുദ്ധം. ബാക്കിയുള്ള 3 ഘട്ടങ്ങളിലും ദൈവം നേരിട്ട് ഇടപെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവ് ഇന്ന് സംഭവിച്ചാൽ, ഞാൻ ഇന്നലെ രാത്രിയിൽ ഓർപ്പിച്ചു, ഇസ്രായേലിൽ ഇന്ന് മുസ്ലിം പണിത് വച്ചിരിക്കുന്ന അലക്സ ദൈവാലയം പൊളിച്ചാൽ മാത്രമേ യുദ്ധം സംഭവിക്കൂ. അപ്പോൾ അലക്സ പൊളിക്കാനുള്ള ഏറെക്കുറയുള്ള തീരുമാനം അവരായിട്ടിരിക്കുകയാണ്. നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവർ ചുമന്ന പശുവിനെ അവർക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനെ യാഗം കഴിക്കാനുള്ള സെറ്റപ്പ് അവർ ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഈ ചുമന്ന പശുവിനെയാണ് പണ്ട് അവർ യാഗം കഴിച്ചുകൊണ്ടിരുന്നതെന്നും, ദീർഘനാളുകൾ അത്തരത്തിലൊരു പശു ലഭ്യമല്ലാതിരുന്നു എന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും ചോപ്പ് കിട്ടിയാൽ പോരാ, ഒരു രോമം പോലും വേറെ കളർ പാടില്ല, കംപ്ലീറ്റ് റെഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പശുക്കൾ അവർക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് അവകളെ യാഗം കഴിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം അവർ തയ്യാറാക്കി കഴിഞ്ഞു. അതാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന റിപ്പോർട്ടിൽ അവർ പറയുന്നത്, അലക്സ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് വേണം അവർക്ക് യാഗം കഴിക്കാൻ. എങ്കിൽ ആകെ അടിയും ബഹളവും നടക്കണമെന്ന് സംശയമൊന്നും വേണ്ട. കാരണം അലക്സ മുസ്ലിമിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേലിന് ആ സ്ഥലത്ത് നിന്ന് യാഗം കഴിക്കണം. അപ്പോൾ ഇപ്പം അടി മൊത്തം നടക്കുന്നത് ഈ 2 ടീമും തമ്മിലാണ് അല്ലേ. ഹമാസും ഇവരും തമ്മിൽ നടക്കുന്ന അടി എന്നൊക്കെ പറയുന്ന സംഭവം ഇതാണ്. ഹൂത്തികൾ എന്ന് പറയുന്നതൊക്കെ എല്ലാം ഈ ടീമുകളാണ് അല്ലേ. ഇറാന്റെ അടി, ഇതെല്ലാം ഒരേ ടീമുകളാണ്. അപ്പോൾ ഇവരുടെ മുറ്റത്ത് വെച്ച് ഇവർക്ക് യാഗം കഴിക്കണം. രണ്ടാമത്തെ പരിപാടി, ഇവർ പണിത് വെച്ചിരിക്കുന്ന അലക്സ പൊളിക്കണം. പൊളിച്ചാൽ മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഒരുമിച്ച് നിൽക്കുകയും ഇസ്രായേലിനെതിരെ അടി തുടങ്ങുകയും ചെയ്യും. ആ അടിയിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളും കൂടെ വരും. ഞാൻ വാക്യങ്ങൾ എടുത്ത് വായിക്കാത്തത് സമയം നമുക്ക് കിട്ടില്ല എന്നതുകൊണ്ടാണ്. വേണമെങ്കിൽ 2 വാക്യം ഞാൻ വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങളൊന്ന് ഓടിച്ച് വായിച്ചാൽ നമുക്ക് ആ ഭാഗം ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ കള്ളം പറയുന്നു വിചാരിക്കും. എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, രോസ്, മേശേക്, തൂബാൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോസ്, മേശേക്, തൂബാൽ എന്നിവയുടെ പ്രഭുവായ ഗോഗ് എന്ന് വിളിച്ചാൽ ഇന്നത്തെ മുഴുവൻ റഷ്യയാണ്. രോസ് എന്ന് പറഞ്ഞാൽ റഷ്യ, മേശക് എന്ന് പറഞ്ഞാൽ മോസ്കോ, തൂബൽ എന്ന് പറഞ്ഞാൽ സൈബീരിയ. ചുരുക്കി പറഞ്ഞാൽ മുഴുവൻ റഷ്യ. ഓക്കെ, അടുത്ത വായിക്കേ. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു, ഞാൻ നിന്നെ വഴിതെറ്റിച്ചു. റഷ്യയോട് പറയാ, ഞാൻ നിന്നെ വഴിതെറ്റിക്കും. ഇത് സോവിയറ്റ് യൂണിയൻ വരുന്നതിന് മുമ്പാണ് ഈ എഴുത്തെന്നറിയണം. മനസ്സിലാണ്ടോ? ഇപ്പോൾ വളരെ ദീർഘവർഷങ്ങൾ കൊണ്ട് വ്ളാഡിമിർ പുടിനാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 അദ്ദേഹത്തിന് തീരേണ്ട കാലമാണെന്ന് തോന്നുന്നു. അടുത്ത ടേണിലും അദ്ദേഹം കയറാനുള്ള സാധ്യതയുണ്ട്. അതാണ് 2024 ഒരു വല്ലാത്ത ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. മനസ്സിലാട്ടോ? വേൾഡ് പൊളിറ്റിക്സിൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. ഞാൻ അതൊക്കെ കൂടെ പറഞ്ഞ് നിങ്ങളെ എന്താ പറയുക പരിഭ്രമിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് പ്രധാന ഏരിയ മാത്രം മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ എന്താ പറയുക ആകെ കൺഫ്യൂഷൻ ആക്കാത്തത്. ഓക്കെ, ഇവിടെ കേട്ടോളൂ.
വായിക്കേ. നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി, നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി, നിന്നെയും നിന്റെ സകല സൈന്യത്തെയും നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരുകയും ധരിച്ച പാർസികൾ. പാർസികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാനാണ്. ഇറാനും ഇസ്രായേലുമാണ് ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റിൽ ഫ്രണ്ടിൽ നിന്നോളാൻ പറഞ്ഞ റഷ്യയോടാ. റഷ്യ അവിടെ അടി തുടങ്ങി കഴിഞ്ഞു. കണ്ടോ, ചരിത്രം നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. റഷ്യ വടക്കേറ്റത്ത് അടി തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഇറാനും അടി തുടങ്ങി കഴിഞ്ഞു. അടുത്ത് കൂശ്യരും പൂത്യരും ആഫ്രിക്കയാണ്. ഗോമെരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാ ഗ്രഹവും. ഇത് ജർമ്മനിയാണ്. ഇത്രയും ടീമുകളാണ് അടിക്കാൻ വരാനുള്ളത്. ഇതിൽ ഒരു സൈഡിലുള്ള ടീമുകളെല്ലാം ആയിക്കഴിഞ്ഞു. ഇനി ആഫ്രിക്കയിൽ നിന്നും ഈ പറഞ്ഞ യൂറോപ്പിൽ നിന്നും മാത്രം ടീം ആയാൽ മതി. അവരൊക്കെ ഓൾറെഡി റെഡിയാണ്. പക്ഷെ അവർ എന്താ പറയുക, സ്ക്രീനിൽ എത്തിയിട്ടില്ല. താമസിയാതെ അവരെത്തും. ഓക്കെ, യേശുവിൻ്റെ വരവ് കഴിഞ്ഞാൽ നടക്കേണ്ട യുദ്ധത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പകുതി കൂടുതൽ രംഗം നടന്നു കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി അതിൻ്റെ പ്രധാന അടി തുടങ്ങിയാൽ മാത്രം മതി. അടി തുടങ്ങുന്നതോടുകൂടി ഇത് വേൾഡ് വാറായി മാറും. മനസ്സിലാകുന്നുണ്ടോ? ഇനി അത് താഴോട്ട് വായിച്ച് വന്നാൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഗ്രൂപ്പിനെ കുറിച്ച് താഴെ പറയുന്നു. ഷെബാബ്, ദദാൻ, തർസീസ് വർത്തകന്മാർ. ഒരു 4-5 വാക്യം താഴെ ഇറങ്ങി വായിച്ചേ. ഷെബയും ദേദാനും തർസീസ് വർത്തകന്മാരും. എത്രയാണ് വാക്യം? 13-ാം വാക്യം. തർസീസ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്. കണ്ടോ, റഷ്യയോട് ചോദിക്കുന്നതാണ്, നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനുമാകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. റഷ്യയോട് ചോദിക്കുന്ന പറയുന്നേ. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇറാൻ ആണവ ആയുധങ്ങൾ ചോദിച്ചിരിക്കുന്നത് റഷ്യയോടും ചൈനയോടുമാണ്. സ്വാഭാവികമായും അമേരിക്കയ്ക്ക് റഷ്യയോടും ചൈനയോടും എതിർപ്പായി അല്ലേ? അമേരിക്കയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ നല്ല കണക്ഷനിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഇന്ത്യ. മനസ്സിലാണ്ടോ? ഇന്ത്യക്ക് ആരുടെ കൂടെ നിൽക്കണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു സാഹചര്യമാവും ഈ യുദ്ധത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധി ഒന്നും വന്നിട്ട് ഒരു കാര്യമില്ല, മോഡി തന്നെ പിന്നെയും വരണം. കാരണം എന്നാലേ ഈ യുദ്ധത്തിന് നമുക്ക് മുമ്പിൽ ചെന്ന് നിൽക്കാനൊക്കെ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങളിവിടെ കാണരുത്. അടി തുടങ്ങുന്നതിന് മുമ്പ് കയറി പൊക്കോണം. അടി മൂക്കിലാണ് കിട്ടാൻ പോകുന്നത്. മനസ്സിലാണ്ടോ? ദൈവമക്കരെ വടക്കേ ഇന്ത്യയിലൊക്കെ ഇട്ട് പട്ടിയലിന് അടിക്കുന്നു അല്ലേ, തല അടിച്ച് പൊട്ടിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് പോലെയാണ് കർത്താവിൻ്റെ അടുത്തെന്നും പറഞ്ഞ് ചെന്ന് കയറി കൊടുക്കുമ്പോഴാണ് നല്ല സുന്ദര അടി തിരിച്ചു കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ആ അടിക്ക് വേണ്ടിയാണ് ഇവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് 2 അടി കിട്ടുന്നെങ്കിൽ മേടിച്ചും കൊണ്ട് നമുക്ക് സ്ഥലം വിടാൻ തയ്യാറാകാം. അതുകൊണ്ട് നമുക്ക് തിരിച്ചടിയൊന്നും ഇവിടെ ഇല്ല. നമ്മൾ ആരോടും ബഹളം ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, കർത്താവ് ന്യായവിധിയുമായി വരാൻ പോകുന്നു, ഓടി രക്ഷപ്പെട്ടോണം. ഇവിടെ എങ്ങും നിന്നേക്കരുത്. തമ്പുരാന്റെ അടി തടുക്കാൻ ആർക്കും കഴിയില്ല. ആ വലിയ ന്യായവിധി വരാൻ പോകുന്നു എന്ന കാര്യം വിളിച്ചറിയിക്കുക. രക്ഷയ്ക്കുള്ള വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നറിയിക്കുക. ആ യേശുക്രിസ്തുവിനെ മരുഭൂമിയിൽ ഉയർത്തി കാണിക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം. അത് നമ്മൾ ചെയ്യണം. കഴിയുന്നിടത്തോളം എല്ലാവരും ഇതിലൂടെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യണം. അല്ലാതെ പാർട്ടിക്കാരെ രക്ഷപ്പെടുത്തിക്കൊള്ളൂന്നും വെച്ച് സ്വത്രം ഓട്ട് വിട്ട് അവരുടെ പുറകെ നടക്കരുത്. ഓട്ട് നിങ്ങൾ ആർക്കോ കൊണ്ടിട്ടു, അത് കഴിഞ്ഞല്ലോ. സ്വത്രം അവരുടെ പുറകെ നടക്കരുത്. ഇവരാരും നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കരുത്. റോഡൊക്കെ അവർ ടാർ ചെയ്യും, സംശയമില്ല അല്ലേ. 1/3 പൈസ റോഡിൽ വരും, ബാക്കി അവരുടെ വീട്ടിലും പോവും അല്ലേ. പ്രൈസ് ദി ലോർഡ്. അതെ, ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഈ സ്വർണ്ണമൊക്കെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്നെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കി. വല്ല കാര്യവും നടന്നോ? ഒരു കാര്യവും നടന്നില്ല. അവർ മര്യാദയ്ക്ക് കടത്തുകയോ കടത്താതിരിക്കുകയോ ചെയ്യട്ടെന്ന് വെച്ചിട്ട് നമ്മൾ മിണ്ടാതിരുന്നിരുന്നുവെങ്കിൽ ടാക്സ് എങ്കിലും കുറഞ്ഞിരുന്നേനെ ഇല്ലേ. അവർ കടത്തുകയോ കടത്താതിരിക്കുകയോ ഈത്തപ്പഴത്തെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു, ബിരിയാണി ചെമ്പിൽ കൊണ്ടുവന്നു. എന്ത് ചെമ്പിലെങ്കിലും അവർ കൊണ്ടുവരട്ടെ, അവർ കൊണ്ടുപോട്ടെ. നമുക്ക് ടാക്സ് കുറഞ്ഞിരിക്കൂലേ, നമുക്കത് പോരായിരുന്നോ? ഇവിടെ കിടന്ന് ഉള്ള വേളോ അത്രയും ഉണ്ടാക്കി. അവർക്ക് വേറെ കൊണ്ടുവരാനുള്ള സൗകര്യം ഇല്ലാതെ പോയി. നമ്മളിന്ന് ടാക്സ് പിടിക്കാൻ തുടങ്ങി. എൻ്റെ കഴിഞ്ഞ ആഴ്ച വലിയ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയുകയാണ് 11,000 രൂപ കൊണ്ടടയ്ക്കാൻ. എന്തിനാണ്? വെറുതെ. ഞാൻ പറഞ്ഞു, മനസ്സിലാവുണ്ടോ? മര്യാദയ്ക്ക് അവരെ സ്വർണം കൊണ്ടുവരാൻ സമ്മതിച്ചിരുന്നെങ്കിൽ നമുക്ക് പൈസ വീട്ടിയിരുന്നേനെ. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? എല്ലാം ഒരുമാതിരി കഷായം കുടിച്ച പോലെ ഇരിക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് പറയാൻ പ്രശ്നമില്ല. ഇലക്ഷന് മുമ്പ് പറഞ്ഞാൽ ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. അത് ഇലക്ഷന് വേണ്ടി പറയുകയാണ് അല്ലേ. പണ്ടൊരു വീടിന് ഒരു പെർമിറ്റ് എടുക്കാൻ പോകണമെങ്കിൽ 400 രൂപ 500 രൂപയേ ഉള്ളൂ. ഇപ്പം 3000-4000 രൂപയാണ് ഒരു പെർമിറ്റ് എടുക്കുന്നതിന്. അവിടെ അവർക്ക് എന്താണ് ജോലി എന്നിട്ട് എനിക്കറിയില്ല. അക്ഷയ വഴി അപ്ലൈ ചെയ്ത് അവിടെ നിന്ന്
ഒരു സീലടിച്ച് തരുന്നതിനാണ് 4000 രൂപ. ഒരു പൈസയും കാര്യമുള്ള കാര്യമല്ല അല്ലേ? 1000 സ്ക്വയർ ഫീറ്റുള്ള വീടൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് ആവശ്യമില്ലാതെ ഇവർക്ക് കൊടുക്കേണ്ടി വരുന്ന 15000 രൂപയാണ്. പണ്ട് 150 രൂപ കൊടുക്കണ്ട, ഇപ്പോൾ 15000 രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത്. ഇതൊക്കെ വരുന്നുണ്ടോ? ഇത് ശരിയാവുമെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഒന്നും ശരിയാവൂല, നമ്മൾ ശരിയാവും. മനസ്സിലാണ്ടോ? ആരെങ്കിലും നമ്മളെ സഹായിച്ചോളാന്ന് പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇവരെല്ലാം നമ്മളെ പറ്റിക്കാൻ വരുന്നതാണ്. നമ്മൾ അക്കരെ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിക്കോണം. ആരുടെയും പിറകെ കോഴിക്കോട് തരാതെന്ന് പറഞ്ഞ് പിറകെ നടക്കരുത്. ആരുടെയും പിറകെ നടന്ന് നിങ്ങളുടെ ആയുസ് പാഴാക്കരുത്. അക്കരെ നാട്ടിൽ പോകാൻ വേണ്ടി ശുഭപ്രതീക്ഷയോടെ നിങ്ങൾ ഒരുങ്ങണം. എനിക്കതാണ് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. യേശുക്രിസ്തു ഇന്ന് വന്നാൽ ഉടനെ ആരംഭിക്കുന്നത് ഒരു യുദ്ധമാണ്. ആ യുദ്ധം 7 കൊല്ലം നീണ്ടു നിൽക്കും. അതിന്റെ ഫസ്റ്റ് ഫേസ് ആണ് ഈ പറഞ്ഞ യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങളിലായി കിടക്കുന്നത്. 38, 39 അധ്യായങ്ങളിലെ ഫസ്റ്റ് ഫേസ് യുദ്ധം കഴിഞ്ഞാൽ ഒരു ചെറിയ റെസ്റ്റ് വരും. ആ റെസ്റ്റ് വരുന്ന സമയത്ത് കർത്താവ് ഈ ഭൂമിയുടെ ന്യായവിധിക്ക് വേണ്ടി തയ്യാറാകും. മനസ്സിലായോ? ഭൂമിയുടെ ന്യായവിധിക്ക് വേണ്ടി തയ്യാറാകും. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 1-2 വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. വായിക്കേ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. ഈ ഭൂമിയെ ന്യായം വിധിക്കാൻ വേണ്ടി സ്വർഗത്തിലെ യഹോവയായ ദൈവം സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു. അവന്റെ കയ്യിൽ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ഒരു ദൂതൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഈ പുസ്തകം വാങ്ങുവാനും ഇതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ? യോഹന്നാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ 4 സൈഡിൽ നോക്കുകയാണ്, ആരാ ഉള്ള ഈ പുസ്തകം വാങ്ങാനും മുദ്ര പൊട്ടിക്കാനും? അപ്പോൾ യോഹന്നാൻ അവിടെ നിന്ന് സ്വർഗത്തിൽ മൊത്തം ഒന്ന് നോക്കി. വായിക്കേ. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. വായിച്ചോളൂ. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ഈ ഭൂമിയിൽ ന്യായവിധി നടപ്പിലാക്കാൻ യോഗ്യനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ യോഹന്നാൻ സ്വർഗത്തിൽ മുഴുവൻ നോക്കുമ്പോൾ ആരെയും കാണാൻ കഴിയാത്തത് കൊണ്ട് യോഹന്നാൻ കരഞ്ഞു എന്ന് പറയുകയാണ്. വായിക്കാം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മൂപ്പന്മാരിൽ ഒരുവൻ പറയുകയാണ്, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ഈ ന്യായവിധി നടപ്പിലാക്കുവാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. എവിടെ നിന്ന് ജയം പ്രാപിച്ചു? യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് മാനവകുലത്തിന്റെ ഉദ്ധാരണത്തിനുള്ളത് ചെയ്തു തീർത്തുകൊണ്ട് മാനവകുലത്തെ രക്ഷിക്കാനുള്ളത് ചെയ്തുകൊണ്ട് രക്ഷപ്പെടാത്തവനെ ശിക്ഷിക്കാനുള്ള ന്യായവിധിയുടെ അധികാരം യേശു പ്രാപിച്ചിരിക്കുന്നു. ഗൗരവം പിടികിട്ടിയാ? ഇനി കേട്ടോ, വായിക്കേ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. ന്യായവിധി നടത്തുവാൻ വേണ്ടി വരുന്ന യേശുവിനെ കുറിച്ച് പറയുകയാണ്. യേശു ക്രിസ്തുവിന് 7 കൊമ്പും 7 കണ്ണും എന്ന് പറഞ്ഞാൽ 7 കൊമ്പ് സർവ്വ അധികാരത്തെ കാണിക്കുകയാണ്. പരമോന്നത കോടതിയാണ്. അതിന്റെ മുകളിൽ മറ്റൊരു കോടതി ഇല്ല. മുഴുവൻ സകലത്തെയും ന്യായം വിധിക്കാൻ കഴിയുന്നവൻ യേശു മാത്രം. യേശു ദൈവപുത്രൻ, മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിക്കപ്പെട്ടവൻ, ജനത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തവൻ, അവൻ തന്നെ ന്യായവിധി നടത്തുവാൻ സർവാധികാരി. അതാ പറഞ്ഞ 7 കൊമ്പ് കർത്താവിനെ കാണിക്കുന്നു, 7 കണ്ണ് കാണിക്കുന്നു. 7 കണ്ണെന്ന് പറഞ്ഞാൽ പൂർണ്ണ കാഴ്ച. അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. സർവവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നമ്മൾ ആരും അവിടെ ചെന്ന് അതേ യേശുപ്പ ഇന്ന വിഷയം കൊണ്ടാണ് ഞാൻ സ്നാനപ്പെടാത്തത്, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് കർത്താവിനറിയാം. ഇവിടെ നമുക്ക് എല്ലാ ഉടായ്പ നടക്കും കേട്ടോ. കാരണം പാസ്റ്റർ ചോദിക്കുക എന്താ വരാത്തത്, എന്തെങ്കിലും പറയാം അല്ലേ, എന്തെങ്കിലും ന്യായം നമുക്ക് പറയാം. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് ഒരു ന്യായവും പറയാനൊക്കത്തില്ല. കാരണം സകലതും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് അവിടെ ചെന്ന് ഒരു ഉടായ്പും പറയാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. സുവിശേഷം കേട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാനൊക്കത്തില്ല. നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ കൊണ്ട് ബോക്സ് വെച്ച് കെട്ടി നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല.
വലിയൊരു ന്യായവിധി വരാൻ പോകുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടും നിങ്ങൾക്ക് താല്പര്യമില്ലാതെ, അനുസരിക്കാൻ മനസ്സില്ലാതെ, നിങ്ങൾ ഇങ്ങനെ മരവിച്ച മനസ്സുമായിട്ട് ഇരുന്നിട്ട് ന്യായവിധിയുടെ മുമ്പിൽ ചെന്ന് ഞഞ്ഞാ മുഞ്ഞാ പറയാമെന്ന് വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു കഴിവിനും അവസരം കിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കുറച്ചധികം കാര്യം പറയാൻ വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്നത്. അത്രയും പറഞ്ഞിട്ടേ ഞാൻ വിടത്തുള്ളൂ. സ്തോത്രം. പ്രയാസം ഇല്ലാത്തവർക്ക് സ്വത്രം പറയാം. ഇത്രയും പേര് ഇരുന്നാ മതി. പിന്നെ വായിക്കേ. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി. യേശുക്രിസ്തു ഇങ്ങോട്ട് വന്നിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ചുരുളിഞ്ഞു വാങ്ങി. എന്തിനാണ്? ഈ ഭൂമിയെ ന്യായം വിധിക്കാനുള്ള ചുരുള്. വായിച്ചോളൂ. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ന്യായവിധി നടത്തുവാൻ നീ യോഗ്യൻ. ഇസ്ലാം പറയുന്നു 120,000 പ്രവാചകന്മാരുണ്ട്, അതിലൊരു പ്രവാചകനാണ് യേശുക്രിസ്തു എന്ന് കയ്യിൽ വെച്ചിരുന്നാൽ മതി. യേശുക്രിസ്തു ഇവിടെ പ്രവാചകനായിട്ടൊന്നും വന്നതല്ല. യേശുക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണ്. പിതാവായ ദൈവത്തിന്റെ ഏകജാതനാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ സത്യ ദൈവവും നിത്യജീവനും തന്നെ. അല്ലാതെ 120,000 പ്രവാചകന്മാരിൽ ഒരാളല്ല യേശുക്രിസ്തു. അത് യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷയെ ജനത്തിന് ലഭ്യമാകാൻ കഴിയാത്ത വിധം കരിപുരട്ടുവാൻ വേണ്ടി പിശാച് കൊണ്ടുവന്നൊരു ന്യായമാണത്. സ്വർഗത്തിലെ സകല സൈന്യവും യേശുവിന്റെ മുമ്പിൽ വീണിട്ട് പറയാണ്, നീ യോഗ്യൻ. യഹോവ സാക്ഷിക്കാരൻ പറയാ യേശുക്രിസ്തു സൃഷ്ടിയാണെന്ന്. നോ, യേശുക്രിസ്തു ദൈവമാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൂതവൃന്ദങ്ങൾ യേശുവിന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചിട്ട് പറയുന്നു, നീ യോഗ്യൻ. സ്തോത്രത്തിന്, ബഹുമാനത്തിന്, ആരാധനയ്ക്ക്, മഹത്വത്തിന് നീ യോഗ്യൻ. ദാറ്റ് മീൻസ് നീ ദൈവമാണ്. മനസ്സിലാണ്ടോ? അതുകൊണ്ട് യഹോവ സാക്ഷിക്കാരൊക്കെ ഇപ്പോൾ തെക്കൂടെ ഇറങ്ങി നടപ്പുണ്ട്. വീട്ടിൽ വരുന്നെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോണം. അല്ല, അവർ വന്നിട്ട് ചോദിക്കുന്നത് എത്ര ദൈവം ഉണ്ടെന്നാ? 4 എണ്ണം ഉണ്ടെന്നങ്ങ് പറഞ്ഞേക്കണം. 4 എണ്ണം ഉണ്ട്, വേണേൽ 2 എണ്ണം തന്നേക്കാം. പിന്നെ അവൻ പോകുന്നിടത്ത് പുല്ല് മുളക്കിയാല. സ്വതന്ത്രം അങ്ങനെ നല്ല ബോധം നമുക്ക് വേണം. സ്വതന്ത്രം അവരാരും വന്ന് എടുത്തു മറിക്കത്തക്ക നിലയിലായിരിക്കരുത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ അറിവ്. കൃത്യമായി വചനം നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ആ ഭാഗമൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് മുമ്പിലോട്ട് പോകണം, സമയക്കുറവ് കാരണം. സ്വതന്ത്രം താഴ്ത്തു വായിക്കേ. നീ അറുക്കപ്പെട്ടു. ഇതാ കാര്യം, നീ അറുക്കപ്പെട്ടതാ കാര്യം. അതാ ഇസ്ലാം പഠിപ്പിക്കുന്നത് യേശു കൊല്ലപ്പെട്ടിട്ടില്ല, പിന്നെ കൊല്ലപ്പെടാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ മുങ്ങിക്കളഞ്ഞു. അതിനാണെങ്കിൽ മെനക്കെട്ടിങ്ങ് വരേണ്ട കാര്യമില്ലല്ലോ അല്ലേ? യേശു മുങ്ങിക്കളയാനാണെങ്കിൽ മെനക്കെട്ട് ഭൂമിയിൽ വന്നതെന്തിനാ? യേശു വന്നത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിക്കാനാ. അതുകൊണ്ട് മരിക്കാൻ വേണ്ടി പിടിച്ചോണ്ട് പോകുമ്പോൾ മുങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ യേശു വരേണ്ട കാര്യമില്ല. സ്വത്രം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി അറിയണം. ചിലരൊക്കെ പറയുന്നുണ്ട് ഖുറാനിൽ പറയുന്ന ഈസാ നബിയാണ് യേശു ക്രിസ്തു. അല്ല, അത് ഏതോ ഒളിച്ചോടിയ പാർട്ടിയാണ്. അതിന് ഈ ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധമില്ല. മനസ്സിലാണ്ടോ? ക്രിസ്തു സാക്ഷാൽ ദൈവപുത്രൻ, പിതാവായ ദൈവത്തിന്റെ ഏകജാതൻ. ആ ജാതൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, മാനവകുലത്തിന്റെ പാപം ഏറ്റെടുത്ത് മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തുവിനെ കുറിച്ച് പുരാണങ്ങളിലും പറയുന്നില്ല, ഇതിഹാസങ്ങളിലും പറയുന്നില്ല, ഖുറാനിലും പറയുന്നില്ല, ബാലരമയിലും പറയുന്നില്ല, തിരുവെഴുത്തിലും മാത്രമേ പറയുന്നുള്ളൂ. ചെല്ലു പറഞ്ഞ അവർ യേശുവിനെ കുറിച്ച് വേദങ്ങളിൽ പറയുന്നുണ്ട്, അത് വേറെ ഏതോ കാര്യം പറയുന്നതാണ്. അതിൽ പ്രജാപതി അത് ഏത് പതിയാണെന്ന് ഒരു പിടിയുമില്ല. സ്വതന്ത്രം. തിരുവെഴുത്ത് പറയുന്ന ക്രിസ്തു തിരുവെഴുത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. ആ ക്രിസ്തു മാനവകുലത്തിന് വേണ്ടി മരിച്ചവൻ, അടക്കപ്പെട്ടവൻ, ഉയർത്തെഴുന്നേറ്റവൻ, നമുക്ക് വേണ്ടി മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നവൻ, നമ്മെ ചേർക്കാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞിരിക്കുന്നവൻ. ആ കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അല്ലാതെ വല്ല പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വല്ല ആൾക്കാരുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. സ്തോത്രം. ഞാൻ ഇനി ആ ഭാഗം അവിടെ നിർത്തുകയാണ്, കാരണം സമയക്കുറവായതുകൊണ്ടാണ്. അപ്പോൾ സ്വർഗത്തിൽ സഭയുമായി കർത്താവ് ചെന്ന് നിൽക്കുമ്പോൾ ഒരു ചുരുള് കർത്താവ് അങ്ങോട്ട് കൊടുക്കുകയാണ്, പിതാവ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അതിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർത്ത് സ്വർഗത്തിൽ കൊണ്ട് ചെല്ലുമ്പോഴാണ് ചുരുൾ അങ്ങോട്ട് കൊടുക്കുന്നത്. എന്തിന്? രക്ഷിക്കപ്പെടാത്തവനെ ന്യായം വിധിക്കാനുള്ള ചുരുള്. നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് വന്നത്? ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിക്കണം. കർത്താവിൻ്റെ കൂടെ നമ്മൾ സ്വർഗത്തിൽ ചെല്ലേണ്ടതിന് പകരം ഭൂമിയിൽ നിന്ന് അടികൊള്ളേണ്ടി വരാതിരിക്കാൻ സൂക്ഷിച്ചോണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ യേശുവിൻ്റെ കൂടെ യേശു നമ്മളെ രക്ഷിച്ചു, നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ചേർക്കുമ്പോൾ വചനപ്രകാരം നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് കയറി വന്ന് സ്വർഗത്തിലേക്ക് പോകാതെ ഇവിടെ നിന്ന് പോയാൽ സ്വർഗത്തിൽ എത്തേണ്ടതിന് പകരം ഇവിടായി പോയി എന്ന കാരണത്താൽ നമുക്ക് ആ ദിവസം കെണിയാണ്.
അതുകൊണ്ട് ആ കെണി നമുക്ക് വരാതിരിക്കാൻ സൂക്ഷിച്ചോളാൻ പറഞ്ഞതാണ് നമ്മുടെ കുറിവാക്യം. അവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. അപ്പൊ സ്വർഗത്തിൽ രക്ഷപ്പെട്ട വർഗം ചെന്ന് നിൽക്കുകയാണ്. അവരവിടെ പാടി സ്തുതിച്ചുകൊണ്ട് നിൽക്കുക. ഭൂമിയിൽ ഫസ്റ്റ് റൗണ്ട് യുദ്ധം കഴിഞ്ഞ ഒരു ശാന്തത വന്ന ഉടനെ സ്വർഗത്തിൽ നിന്ന് കുഞ്ഞാട് ഭൂമിയെ ന്യായം വിധിക്കുവാൻ വേണ്ടി ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കും. നമുക്ക് 7 മുദ്ര പൊട്ടിക്കണം, 7 കാഹള ഊതണം, 7 ക്രോധകലശം ഒഴിക്കണം. എന്നിട്ടേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഓരോന്ന് പൊട്ടിച്ച് ഊതി ഒഴിച്ചു വിടാം. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? വിട്ടിട്ട് നിങ്ങൾക്ക് സിമ്പിൾ കാര്യമാണ്, ഈസി. ഒറ്റ ഉറക്കെ നിങ്ങൾ ഉറങ്ങിയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തീരും. കേട്ടോളൂ, വളരെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കേട്ടോളൂ. 6-ാം അധ്യായം 1 മുതൽ വായിച്ചു. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ, അപ്പോൾ ആ സീൻ പിടികിട്ടിയല്ലോ നിങ്ങൾക്ക്. ഭൂമിയിൽ യുദ്ധം കഴിഞ്ഞ് നിൽക്കുകയാണ്, ഫസ്റ്റ് റൗണ്ട് യുദ്ധം കഴിഞ്ഞ് നിൽക്കുകയാണ്. അലക്സ പൊളിച്ചിട്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ സഭ ചെന്ന് നിൽക്കുകയാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്നുകൊണ്ട് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പറയുകയാണ്, ഇവിടെ വരിക, നീ കയറി വരിക. വായിക്ക്. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അപ്പൊ ഒരു കുതിര കയറി വരികയാണ്, ഒരു വെള്ള കുതിര കയറി വരികയാണ്. അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. കണ്ട, മുദ്രയൊക്കെ ഒഴിക്കാൻ പോകുന്നപ്പോൾ അവരതാ പോകുന്നു. നിങ്ങൾ ചോടെ തിരിഞ്ഞിരിക്കൂ. പറഞ്ഞോ, വചനം പറഞ്ഞോ. 7 മുദ്രയിടപ്പെട്ട പുസ്തകം പൊട്ടിക്കുമ്പോൾ ആദ്യത്തിൽ കാണുന്ന ഒരു വെള്ളക്കുതിര കയറി വരികയാണ്. ഇനി 4 കളർ കുതിരയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വെള്ളക്കുതിരയെക്കൊണ്ട് കയറി വരുമ്പോൾ അതിൻ്റെ പുറത്തിരിക്കുന്ന ആളിന് കയ്യിലൊരു വില്ലുണ്ട്. അമ്പില്ല, ഒരു വില്ലുണ്ട്. അപ്പോൾ ആളിനെ കണ്ട വെള്ളയാണ് എന്ന് പറഞ്ഞാൽ വെള്ള സമാധാനത്തെയാണ് കാണിക്കുന്നത്. കസേര പിടിക്കാൻ വേണ്ടി വരുന്ന ഏക ഭരണാധികാരിയാണ് കാണിക്കുന്നത്. ഈ ആള് സിറിയയിൽ തയ്യാറായിട്ടുണ്ടെന്നാണ് ഇസ്ലാം പറയുന്നത്. ഇയാൾക്ക് അവർ കൊടുത്തിരിക്കുന്ന പേര് അൽ മഹ്ദി എന്നാണ്. ഇയാൾ 2024 തീരും മുമ്പ് ഭരണത്തിൽ വരുമെന്നും 2030 വരെ ഭരണത്തിൽ ഉണ്ടാകുമെന്നുമാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനാണെങ്കിൽ 2024 കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലായോ? അപ്പോൾ അടുത്ത കൊല്ലം പാല് കാച്ചാൻ വേണ്ടി ഇരിക്കുകയാണ്, നടക്കുമെന്നറിയില്ല. അത് ഈ കൊല്ലം കാച്ചിക്കൊള്ളുക. ഞാൻ കഥ പറയുകയല്ല. ഇസ്ലാമിക പണ്ഡിതന്മാർ, നിങ്ങൾ അവരുടെ യൂട്യൂബ്സൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. എൻ്റെ അടുത്ത് പലരും സംസാരിക്കാറുണ്ട്. ഞങ്ങളൊക്കെ അവരെയൊക്കെ സംസാരിച്ചുകൊണ്ട് പ്രതിപാദിച്ചുകൊണ്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ട് ഞങ്ങളെയൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യം 2024 നിശ്ചയമായിട്ട് വരും, 30 വരെ ആയിരിക്കും അവരുടെ റോൾ എന്നാണ് പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം അയാൾ വരണമെങ്കിൽ അതിന് മുമ്പ് കർത്താവിൻ്റെ കാഹളം ധ്വനിക്കണം, അല്ലാതെ അയാൾക്ക് വരാനൊക്കത്തില്ല. ആള് തയ്യാറായിട്ടിരിപ്പുണ്ടായിരിക്കാം, അത് അവർക്കേ അറിയത്തുള്ളൂ. ആള് തയ്യാറായിട്ടിരുന്നാലും ആള് സ്റ്റേജിലെത്തണമെങ്കിൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കണം. കാരണം സഭ ഇവിടെ നിന്ന് പോയാലേ ആളിനെ എഴുന്നേൽപ്പിക്കത്തുള്ളൂ. സഭ പോവുക എന്ന് പറയുമ്പോൾ പെന്തക്കോസ് സഭ പോവുകയാണെന്ന് ആരും വിചാരിക്കരുത്. പെന്തക്കോസ് സഭകളൊക്കെ ഇവിടെ കാണും, കുറച്ച് ആൾക്കാരെ കാണാതാവും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളെ കാണാതാവും എന്നെല്ലാം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അതാ ഞാൻ പറയാം, വലിയ പ്രശ്നമില്ല. വളരെ കുറച്ച് ആൾക്കാരെ കാണാതാവും എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വചനമനുസരിച്ച് ജീവിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കാണാതാവും. ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് പിന്നെ തെക്ക് വടക്ക് നടക്കുന്നവരെ അവരെല്ലാം ഇവിടെ കാണും. അവരെല്ലാവരും കൂടി ഞായറാഴ്ചയുള്ള ആരാധനയും കാണും. ഒരുപാടിടങ്ങളിൽ പാസ്റ്റർമാരും കാണും. ചിലയിടത്ത് കമ്മിറ്റിക്കാർ നടത്തേണ്ടി വരും. സ്തോത്രം. മിണ്ടാതിരിക്കുന്നത് എന്ത്? ഒരു വലിയ പുരുഷാരമൊന്നും ഇവിടെ കാണാതാവുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഈ തിരുവഴുത്തനുസരിച്ച് നടക്കുന്നവരെ മാത്രമേ കൊണ്ടു. നിങ്ങൾ ശരിക്കറിയണം, സ്വർഗം നരിച്ചീറ് കയറി കിടന്നാലും വചനപ്രകാരം വിശുദ്ധിയില്ലാത്ത ആരെയും കൊണ്ടുമില്ല. ഞാൻ പറഞ്ഞ പദം മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഭയങ്കര വിശദീകരണമാണ്. ഏക്കർ കണക്കിന് സ്ഥലമൊക്കെയാണോ പറയുന്നത്. അത്രയും സ്ഥലം കിടക്കുന്ന അവിടെ കുറുക്കം കിടന്നെന്ന് പറഞ്ഞാലും വചനപ്രകാരം വിശുദ്ധിയില്ലാത്ത ഒരാളെ പോലെ കർത്താവ് എടുക്കുകയല്ല. ഇത് ശരിക്കും അറിഞ്ഞു വേണം നമ്മൾ മുമ്പിലോട്ട് പോകാൻ. കഥയാണെന്ന് വിചാരിക്കരുത്. അത് ആ ദിവസം കെണിയാണെന്ന് പറയാൻ കാരണം നമ്മളിവിടെ അല്പകാലം ജീവിക്കും. ഒരല്പം കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. ഒരല്പം കൂടി ശ്രദ്ധിച്ചാൽ സ്വർഗത്തിൽ പോകാം. നമ്മൾ എന്തിനു വെറുതെ നരകത്തിൽ പോകണം? അല്ലേ? ചെറിയ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി എന്തിനു വെറുതെ നരകത്തിൽ പോകണം? നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കർത്താവ് എല്ലാ പദ്ധതിയും ചെയ്ത് ഒരുക്കി വെച്ചിരിക്കുമ്പോൾ എന്തിനു നമ്മൾ നരകത്തിൽ പോകണം? സ്തോത്രം. കേട്ടോളൂ, വായിക്കുക. അപ്പോൾ ഒന്നാമത്തെ കുതിര രംഗത്ത്. അയാൾ സമാധാനം പറഞ്ഞുകൊണ്ട് കസേര പിടിക്കാൻ വരുന്ന ആളാണ്. വാസ്തവത്തിൽ മോഡി അടക്കം സപ്പോർട്ട് ചെയ്താലേ ഇയാൾ വരത്തുള്ളൂ.
അതാ ഞാൻ പറഞ്ഞേ, ഇന്ത്യ ഒരിടത്ത് കയറി ഞങ്ങൾ ഇന്ത്യ ആണെന്ന് പറഞ്ഞ് നിൽക്കണമെങ്കിൽ മോഡി തന്നെ വരണം. വേറെ ആരിരുന്നാലും ആ ഒരു പവർ വരൂല. നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. വോട്ടെല്ലാം പാഴായി പോയോന്നും വെച്ച് നിങ്ങൾ ഇരിക്കുക. നിങ്ങളിട്ട വോട്ടിനൊക്കെ ആൾക്കാർ ഇവിടെ ജയിക്കും എന്നും പറഞ്ഞ് മേളിൽ മോഡി വരാതിരിക്കൂല അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞു, പ്രവചന ശബ്ദങ്ങൾ ചിലർ പറയുന്നുണ്ട് മോഡി വരില്ല, എന്താ പറയുക, മൊത്തത്തിൽ മറിയുമെന്നൊക്കെ പറയുന്നു. എനിക്കൊന്നും അറിയില്ല. ഞാൻ എൻ്റെ മനസ്സിലെ കാര്യമാണ് പറയുന്നത്. മൂപ്പര് വന്നാലേ കൊള്ളാവൂ. ഞാൻ ഇന്ത്യ ആണെന്നൊക്കെ പറഞ്ഞ് ഇടിച്ചങ്ങോട്ട് കയറി ചെല്ലുള്ളൂ. വേറെ ആരും നിന്നാലും പോകുകയില്ല. മനസ്സിലാണ്ടോ? അപ്പോൾ ഈ അടി വരുമ്പോൾ റഷ്യയുടെ കൂടെയോ അമേരിക്കയുടെ കൂടെയോ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് കൊടുക്കണമെങ്കിൽ മൂപ്പര് നിന്നാലേ പറ്റൂ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറെ ആര് നിന്നാലും പറ്റൂല. രാഹുൽ ഗാന്ധി ഒന്നും വന്നിട്ട് ഒരു കാര്യമില്ല. മൂപ്പര് ജയിക്കുമെന്ന് തന്നെ അറിയാൻ പാടില്ല. ഒരു മനുഷ്യനെ അങ്ങോട്ട് പിടിക്കുന്നില്ല, എനിക്ക് മനസ്സിലായി അല്ലേ? നിങ്ങൾക്ക് ഈ പ്രസംഗം അങ്ങോട്ട് ദഹിക്കുന്നില്ല നിങ്ങൾക്ക്. സ്വത്രം. ഞാനീ പറയുന്ന ഫാക്റ്റാണ്, വസ്തുതയാണ് പറയുന്നത്. ലോകം മുഴുവൻ ഭരിക്കാൻ ഒരു ഭരണാധികാരി, അതിൽ ഫുൾ രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. ഫുൾ രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഭരണാധികാരി ലോകം മുഴുവൻ ഭരിക്കാൻ കയറി വരും. നിങ്ങൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്കറിയാം, ചില രാജ്യങ്ങൾ ചേർന്ന് കമ്മിറ്റി കൂടിയിട്ടൊരു തീരുമാനം പറഞ്ഞു, നമുക്ക് ലോകത്തിൻ്റെ സമാധാനത്തിനായി 3 നേതാക്കന്മാരെ കൊണ്ടുവരാം. 1 UNOയുടെ സെക്രട്ടറി കൊണ്ടുവരണം, 2 പോപ്പിനെ കൊണ്ടുവരണം, 3 ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ടുവരണം. ഇവരെ 3 പേരെയും കൂടെ ചേർത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് ഇടയ്ക്കൊരു ചർച്ച വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ UN-ന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളിൻ്റെ അത്രയും പവർ പോപ്പിനുണ്ടെന്നും അത്രയും തന്നെ പവർ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്നുമാണ് അവർ അംഗീകരിച്ചിരിക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. ഇവർ ഫ്രണ്ടിൽ നിൽക്കണം. കാരണം കർത്താവ് ന്യായവിധിക്കായിട്ട് എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കളെന്ന് പറഞ്ഞ് വരുന്ന ടൈമിന് ഒരുവിധമൊക്കെ ആംബിയർ വേണ്ടേ? ഇല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലുണ്ടോ? നന്നായിട്ട് ബൗൾ ചെയ്യുന്നവൻ്റെ മുമ്പിൽ ബാറ്റ് ചെയ്ത് വിജയിച്ചാലേ അതിനൊരു ഗുമ്മുള്ളൂ. അല്ലാതെ കൊച്ചു പിള്ളേരെ കൊണ്ട് എറിയിപ്പിച്ചിട്ട് 6 അടിക്കുന്നതിൽ വലിയ ഇതൊന്നുമില്ല. ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ചത്തു കഴിഞ്ഞ ശേഷമല്ല, വീട്ടിൽ പോയ ശേഷം, ഈ മലയിൽ നിന്ന് അങ്ങ് ഇറങ്ങിയ ശേഷം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ദൈവമക്കളെ, യഹോവ എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ശത്രുക്കൾ ഇല്ലാതെയാകുന്നു. ലോകം മുഴുവൻ ഭരിക്കാൻ ഒരു ഭരണാധികാരി എഴുന്നേറ്റ് വരും. അതാണ് അവിടെ വെള്ളക്കുതിരപ്പുറത്ത് നമ്മൾ കാണുന്ന 1ാമത്തെ മൃഗം. 2ാമത് അയാളുടെ പരിപാടി എന്താണെന്ന് അറിയാവോ? കസേര ഉറപ്പിക്കലാണ്. 2ാം കാഹളം വായിച്ചു. അതിൽ 2ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്ത് ഇരിക്കുന്നവനും മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും കിട്ടി. അപ്പോൾ 1ാമത്തെ മൃഗം വെള്ളക്കുതിര, ആള് കസേര പിടിക്കാൻ വന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ തൊഴുതോണ്ട് വന്നില്ലേ ടീമുകള്? അടുത്ത മാസം റിസൾട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ ഇവരെ നമ്മൾ തൊഴണം. നമ്മൾ ഞെട്ടിപ്പോയി. ഇവരല്ലേ നമ്മുടെ വീട്ടിൽ വന്ന് കുഞ്ഞിന് മൂക്ക് പിടിച്ചു കൊടുത്തത്? അല്ല. സ്വതന്ത്രം. ഇവരുടെ കളറങ്ങ് മാറും. ഇതുവരെ നമ്മൾ കണ്ട രംഗമല്ല ഇനി കാണാൻ പോകുന്ന രംഗം. കസേര പിടിക്കാൻ വേണ്ടി തൊഴുതു വരും. അതാണ് വെള്ളക്കുതിര. കസേര പിടിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി, ആദ്യ റൗണ്ട് പരിപാടി കസേര ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ പ്രചരണ വേളയിൽ എതിരെ നിന്നവരെയൊക്കെ കൊന്നൊടുക്കുക. ഇലക്ഷൻ തുടങ്ങുന്ന മുമ്പേ പലരെ അകത്താക്കിയ രംഗം നമുക്കറിയാം. ഇനി അങ്ങോട്ട് റിസൾട്ട് കഴിഞ്ഞിട്ട് ആരെയൊക്കെ തട്ടി അകത്താക്കുമെന്ന് അപ്പോഴറിയാം അല്ലേ? ടിപ്പർ അപകടങ്ങൾ നടക്കും. ഇങ്ങനെ കൊച്ചു കൊച്ചു കലാപരിപാടികൾ നടക്കും. വാൾപോസ്റ്റിന്റെ പുറത്ത് വാൾപോസ്റ്റ് ഒട്ടിച്ചവനെ തട്ടും അല്ലേ? പൊളിറ്റിക്സ് അറിയാവുന്നവർക്കറിയാം. ഞാൻ അതൊന്നും ഇപ്പോൾ പറഞ്ഞ് എൻ്റെ സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ ജയിച്ച പാർട്ടി കസേര ഉറപ്പിക്കും. അതാണ് റെഡ്. ഇനി 3ാമത്തെ മുദ്ര വായിക്ക്. 3ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഒരു കറുത്ത കുതിരയെ കണ്ടു. കറുത്ത കുതിര വായിക്ക്. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഡങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 1 ഡങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഡങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്നൊരു ശബ്ദം ഞാൻ കേട്ടു.
എന്ന് പറഞ്ഞാൽ ഇത് എക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത. ഏത് ഗവൺമെന്റ് കയറിയാലും ആദ്യം കസേര ഉറപ്പിക്കണം, 2 സമ്പത്ത് ഉറപ്പിക്കണം. അപ്പൊ രണ്ടാമത്തെ പരിപാടി ആൾക്കാർക്ക് സാധനം അളന്നു കൊടുക്കാൻ തുടങ്ങും. ഒരാളുടെ ഒരു ദിവസത്തെ വേതനം കൊണ്ട് ലഭിക്കുന്നത് ഒരു അടിമയുടെ ഒരു ദിവസത്തെ ഫുഡാണ്. അളന്ന് സാധനം കൊടുക്കാൻ തുടങ്ങും. അളന്ന് സാധനം കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും. വചനം പറയുകയാണ്, ക്ഷാമമുണ്ടാകും. അല്ലേ? ഒരടിമയുടെ ഫുഡ് വെച്ച് ഒരു വീട്ടിൽ 4 പേർക്ക് ജീവിക്കാനൊക്കെ കൈവിടപ്പെട്ട് ഇവിടെ കിടന്നാൽ തിന്നേണ്ടി വരും കേട്ടോ. ഒരടിമയുടെ ഫുഡേ കിട്ടുള്ളൂ. ഇപ്പൊ ഫുഡ് ഇഷ്ടം പോലെ തന്നോണ്ടിരിക്കുന്ന ദൈവമക്കളെല്ലാം കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാ. അത് ആൾക്കാർ പറഞ്ഞ ഉമ്മാർ തിന്നാൻ വേണ്ടി നടക്കുകയാണെന്ന്. ശരിയാണ്. അല്ല, നമ്മൾ വയറ് കണ്ടറിയത്തില്ല, നമ്മളെല്ലാം തിന്നുന്നതാ. പണിയെടുത്തിട്ടാണ് തിന്നുന്നത് അല്ലേ? ചാരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉറങ്ങിയിട്ടാണ് നമ്മൾ തിന്നുന്നത്? അല്ല. നെഞ്ചുറപ്പുണ്ട് ഇതുപോലെ ഒന്ന് പ്രസംഗിച്ച് നോക്കുക, 1 മണിക്കൂർ പ്രസംഗിച്ച് നോക്കുക, രക്തം ഛർദ്ദിച്ച് ചാവും. അല്ല, അവർ പറയും നമ്മൾ തിന്നാൻ നടക്കുകയാണെന്ന്. ഉഷാറായിട്ട് തിന്നും, ഒരു സംശയമില്ല അല്ലേ? സുന്ദരമായിട്ട് പ്രസംഗിച്ച് നല്ല ആരോഗ്യത്തോടെ പണി എടുത്തിട്ട് തന്നെയാണ് തിന്നുന്നത്. ഒരു വിഷമവും നമുക്കതിലില്ല. ആര് തിന്നുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമവും ഇല്ല. തിന്നാൻ നടക്കുന്നെന്ന് പറഞ്ഞാലും വിഷമമില്ല. തിന്നിട്ട് നടക്കുന്നെന്ന് പറഞ്ഞാൽ തിന്നിട്ടല്ലേ പറയുന്നേ, പണി എടുത്തിട്ടാണ് തിന്നുന്നേ. അതാ ഞാനത് പറയാറുണ്ട്, തങ്കൂറ്റുണ്ടെങ്കിൽ വാ പ്രസംഗിക്കുക. സ്തോത്രം. ഊപ്പാട് വരും. സ്തോത്രം. ഇത് ഗൗരവമുള്ള നമുക്ക് തുടങ്ങി വരാം. ഞാൻ പറയാൻ മനസ്സിലാണ്ടോ? ഇക്കണോമിക് സ്റ്റെബിലിറ്റി അത് നടത്തിയിട്ട് അടുത്ത് വരുന്നത് ഒരു മഞ്ഞക്കുതിരയാണ്. വായിക്ക്. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണം എന്ന് പേർ. നല്ല പേരാണ്. അതാ ന്യായവിധി വരുമ്പോ ഈ സാധനം വരുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് പെക്കോളാനാ കർത്താവ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അടുത്ത കുതിര വരുമ്പോ അവന്റെ പേര് മരണമെന്നാ. വായിക്കേ. പാതാളം അവനെ പിന്തുടർന്നു. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിൽ അധികാരം ലഭിച്ചു. ഭൂമിയുടെ കാലംശത്തിന്മേൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 1/4 അവർക്ക് അധികാരം കൊടുത്തു. എന്തിന്? 1/4 കൊന്നുകളയാൻ. 4 സാധനമാണ് ഇവിടെ പറഞ്ഞത്. 1 ഭൂമിയിലെ കാട്ടുമൃഗം, ക്ഷാമം, മഹാവ്യാധി, വാൾ. 4 ഐറ്റം കൊണ്ട് ഭൂമിയിൽ 1/4 കൊല്ലും. എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് 130 കോടിയിലധികം ഉണ്ട് ഇന്ത്യയിൽ. നമുക്കൊരു 100 കോടി വയ്ക്കാം. 100 കോടി ജനം ഇന്ത്യയിലുണ്ടെങ്കിൽ ഈ ന്യായവിധി വരുമ്പോൾ 1/4 25 കോടിയാവും. എന്ന് പറഞ്ഞാൽ 4 പേരുള്ള വീട്ടിൽ ഒരെണ്ണം ചാവുമെന്ന് വെച്ചോ. തിന്നാനൊന്നുമില്ല. അതിൻ്റെ കൂടെ അടുത്ത ന്യായവിധി അഴിച്ചു വിടുകയാണ്, 4/1 കൊല്ലുകയാണ്. അന്യ സുഹൃത്തുക്കളെ, നമുക്കാർക്കും വ്യാഖ്യാനിക്കാൻ പറ്റാത്തത്ര ഭീകരമാകുന്ന ന്യായവിധി ഈ ഭൂമിയിൽ കർത്താവ് അഴിച്ചു വിടാൻ പോവുകയാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ 2 മുദ്രയെ വിട്ടിട്ട്, 2 അല്ലെങ്കിൽ 3 മുദ്ര അങ്ങ് വിട്ടിട്ട് 8-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരാം. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപ കലശവുമായി വന്നു. 4-ാം വാക്യമായാലും മതി. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശം എടുത്തു യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളമൂതുവാൻ ഒരുങ്ങി നിന്നു. 1-ാമത്തവൻ ഊതി. അപ്പോ ഫസ്റ്റ് റൗണ്ട് ന്യായവിധി എന്ന് പറയുന്നത് ഒരു വേൾഡ് വാറാണ്. ഞാൻ പറഞ്ഞു, റഷ്യ, പേർഷ്യ, ലിബിയ, എത്യോപ്യ, ജർമ്മനി ഒരു സൈഡിൽ, മറു സൈഡിൽ ഇസ്രായേൽ, അമേരിക്ക, ബ്രിട്ടൻ സഖ്യകക്ഷികൾ. ഈ ടീം ഇപ്പോഴേ തിരിഞ്ഞു നിൽക്കുകയാണ്. അടി തുടങ്ങിയാൽ മാത്രം മതി. അടി തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ലോകം മുഴുവൻ ഭരിക്കാൻ ഒരു ഭരണാധികാരി വരും. അയാൾ എത്തിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി അയാൾക്കെതിരെ നിന്ന ശത്രുക്കളെ കൊന്നൊടുക്കുക. അതിൻ്റെ അടുത്ത പരിപാടി ഇക്കണോമിക് സ്റ്റെബിലിറ്റി വരുത്തുക. അതിൻ്റെ അടുത്ത പരിപാടി ഭൂമിയിൽ 4/1 കൊല്ലുക. ഈ ഭൂമിയിൽ 4/1 കൊല്ലപ്പെടും കർത്താവിൻ്റെ ന്യായവിധി ആരംഭിക്കുമ്പോൾ. ഇത് കഥ പറയല്ല. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവ് തൻ്റെ പ്രവാചകനായ യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുത്തത് എഴുതി വച്ചിരിക്കുന്നത് വായിച്ച് കേൾപ്പിക്കുകയാണ്. വിശദീകരിക്കണമെങ്കിൽ 10 ദിവസമെങ്കിലും എടുക്കും. കുറഞ്ഞ പക്ഷം 10 ദിവസമെങ്കിലും എടുക്കും. അതിനുള്ള ടൈം ഒപ്പിച്ചെന്നാൽ പ്രസംഗിച്ചോളാം ഞാൻ. സ്തോത്രം. ഇവിടെ പറയുന്നുണ്ടോ? ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി തരിക. എന്താണ് സാധനം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഇനി താഴോട്ട് വായിക്കേ. 1-ാമത്തവൻ ഊതി. 1-ാമത്തവൻ ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. 1-ാമത്തവൻ കാഹളമൂതി. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. എന്തൊക്കെ ഐറ്റം സ്വർഗത്തിൽ നിന്ന് വരുന്നേ? രക്തം, കല്ല്, തീയ്.
ഇത് മൂന്നും ആകാശത്തുനിന്ന് താഴോട്ട് പെയ്യും. ഒരു പകർച്ചവ്യാധി വരുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു 2000 മുമ്പ് നമ്മൾ വിശ്വസിക്കത്തില്ല അല്ലേ? 2020 2019 അത് കണ്ടതിന് ശേഷമാണ് പകർച്ചവ്യാധി എന്താണെന്നും അതെങ്ങനെ ഇരിക്കുമെന്നും നമ്മുടെ തലമുറ തിരിച്ചറിഞ്ഞത്. പണ്ട് പല പ്രാവശ്യം പകർച്ചവ്യാധി വന്നിട്ടുള്ളതിൻ്റെ ചരിത്രമുണ്ടെങ്കിലും നമ്മൾ അതൊന്നും വിശ്വസിക്കില്ല. കാരണം നമ്മൾ പറയും ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യായം പറയും. നമ്മുടെ കാലത്ത് അത് വന്നപ്പോൾ നമ്മളത് പഠിച്ചു അല്ലേ? ശരിക്കും നമ്മൾ പഠിച്ചു. ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നമ്മൾ ശരിക്കും പഠിച്ചു. വാക്സിൻ എടുത്തത് കൊണ്ടൊന്നും അല്ല കൊറോണ പോയത്. വാക്സിൻ എടുത്തതിൽ കുറേ എണ്ണം ചത്തു അല്ലേ? 2 വാക്സിൻ എടുത്തതിൽ മിക്കവാറും പേർക്ക് വേറെ ഏതാണ്ട് രോഗം വന്നു അല്ലേ? അതിപ്പോൾ പല പല രോഗങ്ങളായിട്ട് കാണിച്ച് എല്ലാം തട്ടിപ്പൊക്കൊണ്ടിരിക്കുക. ടെൻഷനൊന്നും പിടിക്കണ്ട അല്ലേ? അതതിൻ്റെ വഴിക്ക് പോട്ടെ. നമുക്കിനിപ്പോൾ ഒന്നും ചെയ്യാനൊക്കില്ല. എന്തായാലും നമ്മൾ എടുത്തില്ലേ, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കഴിവ് കൊണ്ടോ മികവ് കൊണ്ടോ അല്ല മരണസംഖ്യ കുറഞ്ഞത്. സ്തോത്രം. നല്ല ശക്തന്മാരും കരുത്തന്മാരും ഒരുപാട് മരിച്ചൊതുങ്ങി. നിങ്ങൾ ഇക്കാര്യം ശരിക്കും തിരിച്ചറിയണം. ഈ ന്യായവിധിക്ക് കാഹളമുതുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയും കല്ലും പിന്നെന്താ രക്തവും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് 1/3 വെന്തുപോയി എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയത്. ആകെ തിന്നാനൊന്നുമില്ല. നേരത്തെ അന്തരീക്ഷത്തിൽ ആൾക്കാർക്ക് അളന്നാണ് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ 1/3 വൃക്ഷങ്ങൾ വെന്തെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾ ആലോചിക്കേ. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, വായിക്കേ. എല്ലാ പച്ചപ്പുല്ലും എന്തെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നട്ടിരിക്കുന്ന മുഴുവൻ പച്ചക്കറി വെന്തുപോയാൽ അടുത്തെന്ത് നടും? നിങ്ങൾക്കറിയാം, ഒരു പ്രാവശ്യത്തെ കൃഷി മുഴുവൻ ഉള്ളി വെള്ളത്തിൽ മുങ്ങിയാൽ ഇവിടെ ഉള്ളിക്ക് 150 രൂപ വരെ കയറും. ഏതെങ്കിലും ഒരു വിഭവം ഒരു ഗഡു നട്ടതിന് മുഴുവൻ തകർച്ചയുണ്ടായാൽ വില ഇവിടെ 4 ഇരട്ടി വർദ്ധിക്കും. നിങ്ങൾ ആലോചിച്ചോക്കെ, ഭൂമിയിൽ മുഴുവനുള്ള ഒരു പ്രാവശ്യത്തെ പച്ചപ്പുല്ല് മുഴുവൻ വെന്തുപോയി എന്ന് പറഞ്ഞാൽ, വെജിറ്റബിൾസും നെല്ലും ഗോതമ്പും അടക്കം വെന്തുപോയാൽ ഇവിടെ മിച്ചം കിടക്കുന്നവൻ എന്ത് തിന്നും? അടുത്തെന്ത് നടും? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവം അങ്ങനെയൊക്കെ ചെയ്യുമോ? നിശ്ചയമായിട്ടും ചെയ്യും. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാനാകുന്നത് മുഴുവൻ ചെയ്തു വെച്ചിട്ട് കർത്താവ് പറയുക സകലവനോടും ചെന്ന് പറയാൻ. അതാ ഞങ്ങൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വചനം വായിച്ചാൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മാറ്റം വരാത്ത തിരുവെഴുത്ത് വായിച്ച പ്രസംഗിക്കുന്നത്. ഇത് വായിച്ച് ഗ്രഹിച്ച് പ്രസംഗിച്ച് തരുമ്പോൾ ഇത് കേട്ട് മനസ്സ് വച്ചില്ലെങ്കിൽ അവനെ ന്യായം വിധിക്കുന്നതിൽ എന്താണ് തെറ്റ്? നമ്മൾ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ പിള്ളേർ അനുസരിച്ചില്ലെങ്കിൽ അടി കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ദോഷികളായ നമ്മൾ മക്കളെ അടിപ്പറ്റിക്കുന്നെങ്കിൽ ദൈവത്തിന് അടിക്കുന്നതിന് എന്താ കുഴപ്പം? ചെല്ലു ചോദിക്കുന്നത് അങ്ങനെ, ഇതെന്ത് ദൈവമാണ്? എന്താ ദൈവത്തിന് എന്താ കുഴപ്പം? നമുക്ക് ആവശ്യമുള്ള മുഴുവൻ തന്ന് ശ്വാസം അടക്കം തന്ന് നമ്മളെ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിന് നമ്മളെ ശിക്ഷിക്കാൻ അനുവാദമില്ലേ? സ്തോത്രം. യെസ്, ആ ദൈവത്തിന് അനുവാദമുണ്ട്. അതേ ഇവിടെ പറഞ്ഞു, ഒന്നാമത്തെ റൗണ്ട് 2 റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞു. 3ാമത്തെ റൗണ്ടിൻ്റെ ഫസ്റ്റ് അടി വരുമ്പോൾ സംഭവിക്കുന്നത് ഭൂമിയിൽ പച്ചപ്പുല്ലെല്ലാം ഒരു ഗഡു കംപ്ലീറ്റ് കൃഷി നശിക്കും. പിന്നെ എന്ത് തിന്നുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. 2ാമത്തെ റൗണ്ട് കേട്ടോ, വായിക്കേ. രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. കടലിൽ 1/3 രക്തമായി എങ്ങനെ ഇരിക്കും? ഇത് കഥയല്ല കേട്ടോ. ഒരു ഗവൺമെന്റിനും തടുക്കാനൊക്കത്തില്ല. അത് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. കടലിൽ 1/3 രക്തമായെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ 1/2 കടലാണ്. മനസ്സിലായോ? ഭൂമിയുടെ 1/2 കടലാണ്. ആ കടലിൻ്റെ 1/1 രക്തമായെന്ന് പറഞ്ഞാൽ ആ 1/1 കപ്പലുകൾക്ക് ഛേദം വന്നെന്നാ പറയുന്നത്. കപ്പലെല്ലാം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ ഈ മലയിലൊക്കെ താമസിക്കുന്ന നിങ്ങൾ കപ്പൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വതന്ത്രം വിഴിഞ്ഞത്തൊക്കെ പോയാൽ വല്ലപ്പോഴും കപ്പൽ കാണാം. ഞാൻ ഈ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ഇഷ്ടംപോലെ കപ്പൽ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 100ഉം 150ഉം വലിയ ട്രെയിലറുകൾ കയറുന്ന കപ്പലുകളുണ്ട്. 25ഉം 30ഉം ഒക്കെ വീലുള്ള മറ്റേ വലിയ ട്രക്കുകളില്ലേ, അത് 100ഉം 150ഉം കയറുന്ന കപ്പലുകളുണ്ട്. ഇത്രയും വണ്ടി കയറിയാലും ഇത്രയും പോലും ഇത് താഴത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ടോ? നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല കപ്പൽ. അപ്പോൾ ഇവിടെ കാണുന്ന കപ്പലൊന്നുമല്ല കപ്പൽ. ഉഗ്രം കപ്പലുകൾ സമുദ്രത്തിൽ കിടപ്പുണ്ട്. ഈ കപ്പലുകൾ 1/3 ഛേദം വന്നെന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി മൊത്തം താഴ്ടുവും. ഞാൻ പറയുന്നുണ്ടോ? സാമ്പത്തിക സ്ഥിതി മൊത്തം താഴ്ടുവും. കാരണം ഓരോ കപ്പലിന് കോടിക്കണക്കിനാണ് വില. ഇനി ഈ സമുദ്രത്തിൽ തീ കത്തുന്ന ഒരു മല വീണാൽ ആ വെള്ളം കരയിൽ കയറിയാൽ എന്ത് സംഭവിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. തീ കത്തുന്ന സാധനമാണ്, തിളച്ചാണ് ഈ വെള്ളം കരയിൽ കയറുന്നത്. ഇനി വെള്ളം രക്തമായി തീർന്നെന്ന് പറഞ്ഞാൽ 1/3 പ്രാണി സമുദ്രത്തിൽ ചത്തുപൊങ്ങിയാൽ എന്തായിരിക്കും അതിൻ്റെ ഇഫക്റ്റ്?
അതിൻ്റെ മണം എങ്ങനെ ഇരിക്കും? 50 രൂപയുടെ മീൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന സമയത്തിന് വൃത്തിയാക്കി കഴുകിയെടുത്തില്ലെങ്കിൽ ആ ഏരിയയിൽ മനുഷ്യന് പോകാൻ പറ്റില്ല. 1/3 സമുദ്രത്തിലെ മത്സ്യം ചത്തുപൊങ്ങിയാൽ അതുണ്ടാക്കുന്ന ദുർഗന്ധം, അതുണ്ടാക്കുന്ന രോഗങ്ങൾ ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. എന്തിനാ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ പക്ഷത്ത് മാറി നിൽക്കാൻ താല്പര്യമുള്ള ജനത്തെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് കർത്താവ് ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയെ കീഴ്മേൽ മറിക്കും, ഇതിനെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. ആ നാശത്തിന് തൊട്ട് മുമ്പാണ് കർത്താവ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, രക്ഷപ്പെടാൻ താല്പര്യമുള്ള ജനത്തോട് ചെന്ന് വിളിച്ചു പറ, രക്ഷപ്പെടാൻ വേണ്ടി വാതിൽ തുറന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറ. എമർജൻസി എക്സിറ്റായ കർത്താവായ യേശു ക്രിസ്തുവിനെ പൊതുജനം സകല ജനവും കാണുകെ കർത്താവ് ഇങ്ങനെ ഉയർത്തി നിർത്തിയിട്ട് പറയുകയാണ്, അവനിൽ ആകർഷിക്കപ്പെടുന്ന ഏവനും രക്ഷപ്പെടും. കർത്താവ് വിളിച്ചു പറയുക, രക്ഷിക്കപ്പെടാൻ. അതാ ഞങ്ങൾ ഇവിടെ വന്നത്, അല്ലാതെ ആൾക്കാരെ പെന്തക്കോസിൽ ചേർക്കാൻ വേണ്ടിയൊന്നുമല്ല ഞങ്ങൾ വന്നത്. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ ഞങ്ങൾക്ക് വേറെ പറയാനൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വചനപ്രകാരം ജീവിക്കാതെ പോയാൽ സകലവരും ന്യായവിധി ഏൽക്കേണ്ടി വരും. ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ചങ്ക് പൊട്ടി വിളിച്ചു പറയുന്നത്. സ്വതന്ത്രം, ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, 2-3 PGയും MPhilലും ഒക്കെ ഉള്ള ആളാണ്. എവിടെ ചെന്ന് ടെസ്റ്റ് എഴുതിയെങ്കിലും ഒരു ജോലി വാങ്ങിച്ച് എവിടെയെങ്കിലും മേശയിൽ സുഖമായിട്ട് കമന്നിരുന്ന് ഉറങ്ങി പൈസ വാങ്ങിച്ച് ജീവിക്കാനെങ്കിൽ ഇങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ നടന്ന് ഓടേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ ഓടുന്നതെന്ന് ചോദിച്ചാൽ ഈ സത്യം ജനത്തോട് വിളിച്ചു പറയാൻ വേണ്ടി. കാരണം നമുക്കിവിടെ ലഭ്യമാകുന്നത് 70-80 കൊല്ലത്തെ ജീവിതമാണ്. ഈ ജീവിതം പെട്ടെന്ന് കണ്ണടച്ച് തീരുന്നതിന് മുമ്പ് തീരും. ഇതിൽ ആദ്യത്തെ 10-15 കൊല്ലം സന്തോഷത്തോടെ ജീവിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാൻ തുടങ്ങണം, പിന്നീട് ഒരുപാട് പഠിക്കാൻ തുടങ്ങണം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ ജനിച്ചു, പിന്നെ അവരെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ജീവിതം, പിന്നെ അവരുടെ കൊച്ചുമക്കളെ വളർത്താനുള്ള ജീവിതം. ഇങ്ങനെ ജീവിച്ച് 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 ഉണ്ടാക്കുന്ന സമ്പത്ത് മുഴുവൻ ആശുപത്രിയിലും അവിടെയും ഇവിടെയും കൊടുത്ത് തീർത്തിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ജീവിതം നഷ്ടമാണെങ്കിൽ നമ്മൾ ജീവിച്ചത് വേസ്റ്റാണ്. അതുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ഭാര്യ വേണം, മക്കൾ വേണം, നന്മകളൊക്കെ വേണം. പക്ഷേ ഇവകളൊക്കെ വിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ചെന്ന് കയറാൻ നമുക്കൊരു സ്ഥലമുണ്ടാവണം. നമ്മൾ ബ്രോയിലർ ചിക്കനെ പോലെ ജീവിച്ച് ചാകേണ്ടുന്നവരല്ല. ബ്രോയിലർ ചിക്കനെ ജീവിപ്പിച്ച് 40 ദിവസം കൊണ്ട് ഇല്ലാതാക്കി തീർക്കുന്നത് പോലെ ജീവിതം അവസാനിപ്പിക്കുവാനുള്ളവരല്ല നമ്മൾ ഇവിടെ നിന്ന് നിത്യഭവനത്തിലേക്ക് പോകുവാനുള്ളവരാണ്. അമ്മയുടെ ഉദരത്തിൽ 9 മാസം ചില്ലറ ദിവസം മാത്രം കിടക്കാൻ വിധിക്കപ്പെട്ടവർ, ഈ ഭൂമിയിലേക്ക് വന്നാൽ 100 കൊല്ലത്തിനകത്ത് മാത്രം നിൽക്കാൻ വിധിയുള്ളവർ. ഇവിടം വിട്ട് നമ്മൾ പോകേണ്ടി വരുന്നത് നിത്യസ്ഥലത്തേക്കാണ്. അതൊരിക്കലും നരകത്തിലായി പോകരുത്. ഇവിടെ നിൽക്കേണ്ടി വന്നാൽ ഈ പ്രതിസന്ധി കൂടെ കടക്കേണ്ടി വരും 7 കൊല്ലം. അത് കഴിഞ്ഞാൽ പിന്നെ നരകത്തിലാണ് പോവുക. ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എവിടെ പോകണമെന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കണം. മറ്റൊരുത്തനും നമ്മളെ രക്ഷിക്കാനൊക്കില്ല, ഭൂമിയിൽ ആർക്കും നമ്മളെ രക്ഷിക്കാനൊക്കില്ല. മരണത്തെ ജയിച്ചത് ഒരുവനേ ഉള്ളൂ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശു തന്നെ. അത് കൃത്യമായ ചരിത്രമാണ്, അത് കഥയല്ല. സ്തോത്രം. 2 കാഹളം കൂടി ഊതിക്കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്, സമയത്തിന്റെ കുറവ് കാരണം. വായിക്കുന്നതായിട്ട് 3-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ 1-ാമത്തെ ദൂതൻ ഊതിയപ്പോ സകല പച്ചപ്പുല്ലും വെന്തുപോയി, വൃക്ഷങ്ങൾ 1/3 വെന്തു. 2-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ സമുദ്രം 1/3 രക്തമായി, എല്ലാ കപ്പലുകളും നശിച്ചു, 1/3 ജീവനുള്ളത് ചത്ത് പൊങ്ങി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു 3-ാമത്തെ കാഹളം ഊതിയപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികൾ 3-ൽ നീരുറവകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 3-ൽ കാഞ്ഞിരം പോലെയായി. സമുദ്രവും നീരുറവും എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണറടക്കം. രാവിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ കയ്പ് വെള്ളം വന്നാൽ, അല്ലെങ്കിൽ പമ്പ് അടിച്ചിട്ടിട്ട് നമ്മൾ ടാപ്പിൽ എടുക്കുമ്പോൾ കയ്പ് വെള്ളം വന്നാൽ എന്തോ ചെയ്യാൻ പറ്റും? ഈ ന്യായവിധി വരുമ്പോൾ അത് വരുമെന്നാണ് പറയുന്നത്. നമുക്ക് ആരടുത്ത് എന്ന് പറയാൻ പറ്റും? ആഫീസിൽ ചെന്ന് പറയാനൊക്കോ? വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് പറയാം. അവർ പറയും നമുക്കറിയത്തില്ല, നമ്മൾ നല്ല ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ടാണ് വീട്ടിൽ വിട്ടിരിക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പുറത്ത് അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ കിണറിനകത്തുനിന്ന് കയ്പ് വെള്ളം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കുടിച്ചവർ ചത്തുപോയെന്നാണ് വചനം പറയുന്നത്. വെജിറ്റബിൾസിനെ മുഴുവൻ നശിപ്പിച്ചു, സമുദ്രത്തെ നശിപ്പിച്ചു, വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന ജലാശയമായ കിണറടക്കം കഴിക്കുന്ന അനുഭവത്തിൽ വന്നു. 4-ാമത്തെ കാഹളം ഊതുമ്പോൾ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ 1/3 വെളിച്ചം കൊടുക്കാതായി. എന്ന് പറഞ്ഞാൽ ദേശത്തിൽ കൂരിട്ട് വന്നു. മഹാദൈവം ഈ ഭൂമിക്ക് വേണ്ടി വ്യാഖ്യാനിച്ച് പിടിപ്പിക്കാൻ കഴിയാത്ത വിധം വലിയ ന്യായവിധി ഒരുക്കി വച്ചിരിക്കുകയാണ്. ആ വലിയ ന്യായവിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയായ എന്നെ നിങ്ങളെ വിടുവിക്കണമെന്ന് തോന്നിയിട്ടാണ് തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. ആ ഏകജാതൻ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തുവാൻ യഹോവയായ ദൈവത്തിന് ഇഷ്ടം തോന്നി. നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ കയറി. അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അവൻ അടക്കപ്പെട്ടു,
നമ്മൾ അനുഭവിക്കേണ്ട സകല ശിക്ഷകളും യേശു തന്റെ ശരീരത്തിൽ വഹിച്ചു. അവനെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇന്ന് ക്രിസ്തു സ്വർഗത്തിലിരിക്കുകയാണ്. അവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പാപത്തിൽ വീണു പോകുമ്പോൾ കർത്താവെ അവരോട് ക്ഷമിക്കണമെന്നും നമ്മളെ വീണ്ടെടുത്ത് സ്വർഗത്തിൽ കൊണ്ടെത്തിക്കണമെന്നും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവന നൽകിയിട്ട് സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പക്ഷപാതം ദീർഘദിവസങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ദീർഘദിവസങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു അഡ്വക്കേറ്റിനെ പോലെ. ഒരു ദിവസം ആ അഡ്വക്കേറ്റ് എന്ന വാദം മതിയാക്കിയിട്ട് ആ ക്രിസ്തു ജഡ്ജിയായി കയറുന്ന ദിവസമുണ്ട്. ആ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ ഞാനും നിങ്ങളും നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ, ഗൗരവത്തോടു കൂടിയിരിപ്പീൻ. മാന്യ സുഹൃത്തുക്കളെ, ഈ ഭൂമിയിലെ ഭൗതികമായ നിസ്സാരമായ കാര്യങ്ങളുടെ പുറകെ നടന്ന് നമ്മുടെ ആയുസ് പാഴാക്കി കളയരുത്. എത്രയും വേഗം നമ്മൾ ഇവിടം വിട്ട് പോകേണ്ടി വരും. ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മളാരും അറിഞ്ഞ് നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടല്ല നമ്മൾ ഇവിടേക്ക് വന്നത്. അതുപോലെ നമ്മൾ ഇവിടം വിട്ട് പോകേണ്ടി വരുന്നതും നമ്മുടെ നിന്നിൽ പേപ്പർ മേടിച്ചിട്ടല്ല. വളരെ ഗൗരവത്തോടെ നിങ്ങൾ അറിയണം. ഇനിയൊരു പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്ക് ആയുസ് ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇതാണ് അവസാനത്തെ പ്രസംഗമെങ്കിൽ, മരണം നാളെയാണ് സംഭവിക്കുന്നതെങ്കിൽ സ്വർഗരാജ്യത്തിലെത്തിയേ തീരൂ എന്ന് നിങ്ങൾ ഹൃദയത്തിൽ തീരുമാനമെടുക്കുക. നിങ്ങളുടെ മുൻപിൽ കർത്താവ് ഈ രാത്രിയിൽ വെളിപ്പെടും. നിങ്ങൾക്കിന്ന് രാത്രിയിൽ ആ നിത്യജീവനെ കർത്താവ് നൽകും. സ്വർഗത്തിലെത്തിയിരിക്കുന്ന ഒരു വലിയ പുരുഷാരത്തെ നോക്കി സ്വർഗത്തിലെ സൈന്യം പറയുന്ന ഒരു വരി കൂടി വായിച്ച് ഞാൻ ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ വായിച്ചോളൂ. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും നിന്ന് ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ദൈവമക്കളെ, നമ്മൾ ഈ കൂട്ടത്തിലുണ്ടാവണം. സർവ്വഗോത്രത്തിലും സർവ്വഭാഷയിലും സർവ്വജാതിയിലും നിന്നെന്ന് പറയുമ്പോൾ ഈ പേരുമല, ഈ മലയിൽ നിന്ന് നിങ്ങളും ഉണ്ടാവണം. ഇതുപോലത്തെ ഒരു മലയിലാണ് ഞാൻ താമസിക്കുന്നത്, കല്ലയം, പേരൂർക്കടയ്ക്കടുത്ത്. ഇതുപോലത്തെ ഒരു മലയിൽ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഞാനും ഉണ്ടാകണം. അമേരിക്കയിൽ നിന്ന് സായിപ്പും വരും, അല്ലെ, ഗൾഫ് കൺട്രീസിൽ നിന്ന്, ആരബ്സിൽ നിന്ന് കുറേ പേര് വരുന്നുണ്ട്. അതുപോലെ ആഫ്രിക്കയിൽ നിന്ന് കുറേ കറുത്ത ആൾക്കാരും വരുന്നുണ്ട്. നമ്മളെല്ലാവരും ഈ ശരീരം വിട്ട് കർത്താവ് പുതിയൊരു ശരീരം തന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. നമ്മളിവിടെ അധികകാലം ജീവിക്കില്ല. നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പറയുകയാണ്, അവർ കുരുത്തോല കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ്. എല്ലാ പുരുഷാരത്തിൽ നിന്നും വന്നവർ. വായിക്ക്. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. കണ്ടോ, രക്ഷ ദാനമാണ്. നയാ പൈസ ചെലവില്ലെന്ന്. മൊട്ടയടിക്കണ്ട, കമ്പി കുത്തണ്ട, മെഴുകുതിരി വെക്കണ്ട, തേങ്ങ എറിയണ്ട, ഒന്നും ചെയ്യണ്ട. അബ്സല്യൂട്ട്ലി ഫ്രീ. നമ്മുടെ രക്ഷകനായ യേശുവിനെ രക്ഷകനെന്ന്, എൻ്റെ രക്ഷകനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ജലത്തിൽ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നാൽ രക്ഷ നിങ്ങൾക്ക് ഫ്രീ. നയാ പൈസ ചെലവില്ല. ഇത്ര നല്ല രക്ഷ വാതിൽക്കൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിന് ജീവിതം പാഴാക്കണം? ഒരു നൂല് പോലും കെട്ടണ്ട. ഞങ്ങൾ നോക്കി പഠിക്കുക. കയ്യിൽ എവിടെയെങ്കിലും നൂല് ഇട്ടിരിക്കുന്നത് കണ്ടോ? അരയിലും ഇല്ല. ആകെ ഉള്ള നൂല് ബെൽറ്റാണ്. അത് പാൻറ് അഴിഞ്ഞ് പോകാതിരിക്കാൻ കെട്ടിയിരിക്കുന്നതാണ്. സ്വതന്ത്രം. ഒരു കത്തി ഞങ്ങളുടെ കയ്യിലില്ല. പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അറിവില്ലായ്മയുടെ സമയത്ത്, അല്ലേ? ഇപ്പം നമുക്ക് ആകെയുള്ള കത്തി മറ്റേ ഷേവ് ചെയ്യുന്ന ബ്ലൈഡാണ്. വേറൊരു സാധനം ഞങ്ങളുടെ കയ്യിലില്ല. എന്താ ഞങ്ങൾക്ക് പേടിയില്ലാത്തത്? ഞങ്ങൾ അക്കരെ നാട്ടിലത്തേക്ക് ടിക്കറ്റ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ രക്ഷ ഒരു നൂലിലല്ല കെട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ രക്ഷ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അവൻ അവിടെ നിന്ന് നിങ്ങളുടെ രക്ഷകനായി വരുമെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ ഒരു പൈശാചിക ശക്തിക്ക് ഞങ്ങളെ തകർക്കാനാവില്ല. ഈ ലോകത്തിലെ മരണത്തിന് നമ്മളെ തകർക്കാനാവില്ല. കാരണം ഞങ്ങളുടെ ക്രിസ്തു മരണത്തെ ജയിച്ചവനാണ്. അതാ അവിടെ പറയുന്ന രക്ഷ എന്നുള്ളത് ഞങ്ങളുടെ ദൈവത്തിന്റെ ദാനമാണ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ദ ഫ്രീ ഗിഫ്റ്റ്. ഇത് ഞങ്ങൾ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് കിടക്കുക. അത് ആൾക്കാർ പറയുന്ന മതപരിവർത്തനം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എന്ത് പരിവർത്തനം എന്നെങ്കിലും പറഞ്ഞോ, ഗുണം പിടിച്ചാൽ മതി. സ്തോത്രം. മതപരിവർത്തനം പാടില്ലെങ്കിൽ പാടില്ല. നമുക്ക് ഈ സാധനം പറഞ്ഞേ പറ്റുള്ളൂ, അല്ലേ? ഞങ്ങൾ പറഞ്ഞ നമ്മൾ ആരെ ഇപ്പോൾ രക്ഷപ്പെട്ടത് നമുക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ചിട്ട് രക്ഷപ്പെട്ടാൽ മതി. അതിവിടെ മോഡിക്കും രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അദാനിക്കും രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. പിണറായിക്കും രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. എനിക്കും രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല.
നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ബൈബിൾ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. ആകാശവും ഭൂമി മാറിപ്പോയാലും മാറാത്തതാണ് ഈ സാധനം. അതുകൊണ്ടാണ് ഞങ്ങൾ നെഞ്ചത്തെ കൈവച്ച് വിളിച്ച് പറയുന്നത്, ഇതിലൊരു വരി പോലും പതിരുള്ളതായി ആരും നാളിതുവരെ പറഞ്ഞിട്ടില്ല. ആർക്കും നാളിതുവരെ തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുക, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇല്ലെന്ന് പറയാൻ ഇവിടെ ഒരുപാട് അവന്മാർ ശ്രമിച്ചല്ലോ. എന്താ ഇതുവരെ തെളിയിക്കാൻ പറ്റാതെ? അങ്ങനെയാണെങ്കിൽ ആ ബൈബിളിന്റെ ഒടുവിലത്തെ ഭാഗത്തിൽ പറയുന്നു, ഈ ആകാശവും ഭൂമിയും മാറിപ്പോവും. സ്വതന്ത്രം. തുടക്കം പറഞ്ഞതിനെ തെളിയിക്കാൻ നാളിതുവരെ ഒരുപാട് മിടുക്കൻ ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടും ഒരുത്തനും കഴിഞ്ഞില്ലെങ്കിൽ, ഇതിന്റെ ഒടുക്കത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ തെളിയിക്കാനും ആർക്കും ആവില്ല. ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാൻ സന്തോഷമുണ്ട്. രക്ഷ എന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാനമാണ്. വായിച്ചവസാനിപ്പിക്കേ. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ, ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ? അപ്പൊ സ്വർഗത്തിൽ ചെന്നപ്പോ മൂപ്പന്മാരെ നോക്കിയപ്പോ ഇവർ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ മൂപ്പന്മാരിൽ ഒരാൾ യോഹന്നാനോട്, യോഹന്നാനെ, ഈ സ്വർഗത്തിൽ ഇത്ര ഓളം വെക്കുന്ന ഇവരിതാരാ? എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇവരെവിടെന്നാ ഇവന്മാര് വന്നത് എന്ന് ചോദിച്ചു. വായിക്കേ. അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. എന്തിനാ ഇവര് കഷ്ടപ്പെട്ടത്? കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിൽ നല്ല വെള്ള നിലയങ്കി ധരിച്ച കയ്യിൽ കുരുത്തോലയുമായി നിൽക്കുന്ന വർഗം ആരെന്ന് ചോദിച്ചാൽ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാ. എന്തിനാ കഷ്ടപ്പെട്ടത്? രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കാൻ കഷ്ടപ്പെട്ടവർ. മാന്യ സ്നേഹിതരെ, ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ട നമ്മുടെ അങ്കി നഷ്ടപ്പെട്ടു പോയി. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമുക്കൊരു അങ്കി കർത്താവ് ദാനമായി തരും. ആ അങ്കി കറ, ചുളുക്കം, വാട്ടം, മാലിന്യം മുതലായതില്ലാതെ സൂക്ഷിച്ച് അവിടെ കൊണ്ടെത്തിയ സൈന്യമാ അവിടെ നിന്ന് പാടി സ്തുതിക്കുന്നത്. യേശുവിനെ രക്ഷകനായ എന്താ ഏറ്റു പറഞ്ഞാൽ അങ്കി കിട്ടും. അങ്കിയിൽ കറ പുരണ്ട അവിടെ ചെല്ലാൻ പറ്റുകയില്ല. കറ കഴുകി ശുദ്ധീകരിച്ചാൽ ഇച്ചിരി കഷ്ടമാണ്. ആ കഷ്ടത അനുഭവിച്ചാൽ കഷ്ടതയില്ലാത്ത നാട്ടിൽ നമ്മൾ ചെല്ലും. സന്തോഷമുള്ളവർക്ക് സ്വതന്ത്രം പറയാം. അതുകൊണ്ട് ഇത് നിസ്സാരമായി അതാ ദൈവമക്കൾ ഇച്ചിരി കഷ്ടത അനുഭവിക്കുന്നത്. സ്വതന്ത്രം ഇച്ചിരി കഷ്ടത അനുഭവിക്കുന്നത് എങ്ങനെയാ? സിനിമ കാണാൻ പറ്റുകയില്ല. വാസ്തവത്തിൽ പറ്റുകയില്ലാത്തല്ല, വേണ്ടാത്തതുണ്ടാ. സിനിമയിൽ കിട്ടുന്ന സുഖത്തേക്കാൾ കർത്താവിന്റെ വചനം വായിച്ചാൽ സുഖം കിട്ടും, ക്രിസ്തുവിൽ സുഖം കിട്ടും. അല്ലേ? ഈ പറയുന്ന ഭൗതികവും ലൗകികവുമായ സുഖങ്ങളെക്കാൾ അധികം ക്രിസ്തുവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ചോട്ടാ സുഖങ്ങളുടെ പുറകെ നടക്കാത്തത്. അല്ലേ? ഇനി കേട്ടോക്കെ വായിക്കേ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. നമ്മൾ അതിന് പോകാൻ പോവുക. നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇപ്പം നമുക്ക് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ 75-80-100 കിലോ ഉള്ളൊരു ശരീരം നമ്മുടെ കയ്യിലുണ്ട്. ഇത് ക്ഷീണിതനാണ്. ഇതിന് കുറച്ച് ആഹാരം കൊടുക്കണം, മൂപ്പർക്ക് ഇച്ചിരി ഉറങ്ങാൻ കൊടുക്കണം. ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്. താമസിയാതെ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വരും. ഈ ശരീരത്തിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ രാപ്പകൽ ആരാധിക്കാൻ നമ്മൾ പോകാൻ പോവുകയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മളിപ്പോൾ ചുമന്നുകൊണ്ട് കിടക്കുന്ന ഈ ശരീരം ബലഹീനമാണ്. അതുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ നമ്മളിങ്ങനെ ആവലോടെ ജാഗ്രതയോടെ ഇരിക്കുക. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി ഞാൻ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. കാരണം ഇതെനിക്കൊരു ഭാരമാണ്. ഈ ശരീരം തരുന്ന സുഖമല്ല ഒറിജിനൽ സുഖം. ഒറിജിനൽ സുഖം നമുക്ക് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ അവിടേക്ക് പോകാൻ പോവുകയാണ്. ഇതിൽ പഞ്ചസാര കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്, പ്രഷർ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്, സകലതും പ്രശ്നമാണ്. ഈ ശരീരം മാറി കർത്താവ് നമുക്കൊരു ശരീരം അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. പൗലോസ് പറയുന്നു, കൂടാരമാകുന്ന എൻ്റെ ഭൗമ ശരീരം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ആകയാൽ ഞാൻ അവിടെ ചെല്ലാൻ ഭാരപ്പെട്ട് ഞരങ്ങുകയാണ്. പഴയ വീട്ടിൽ നിന്ന് മാറി പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ ആവേശം കൊള്ളുന്നത് പോലെ പൗലോസ് അക്കരെ പോകാൻ ആവേശം കൊള്ളുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന സകല ജനത്തിനും അതാണ് ആവേശം. അക്കരെ നാട്ടിൽ പോകണം. സ്തോത്രം. അതുകൊണ്ട് അവിടെ ചെന്ന് രാപ്പകൽ കർത്താവിനെ സ്തുതിക്കും. വായിക്ക്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. എത്ര ഭാഗ്യമാണിത്!
നമ്മൾ എന്താ കുറിവാക്യത്തിൽ പറഞ്ഞത്? ആ ദിവസം കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിക്കണം. നമ്മുടെ കരച്ചിൽ മാറും ദൈവമക്കളെ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഒരു പ്രഭാതം നമുക്ക് വേണ്ടി ഉദിക്കാൻ പോവുകയാണ്. നാം അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കണ്ണുനീർ എല്ലാം തുടച്ച് കളയും. നമ്മുടെ അവിടെ ചെന്ന് പറ്റിയില്ല, ആ ദിവസം നമുക്ക് കെണിയായി പോയാൽ പിന്നൊരിക്കലും നമുക്ക് കണ്ണുനീർ തോരില്ല. പിന്നെ എപ്പോഴും കരച്ചിലും പല്ലുകടിയുമായി നമ്മൾ നരകത്തിൽ തുടരേണ്ടി വരും. എന്തിന് നമ്മൾ നരകത്തിൽ പോകണം? ഒരല്പം ജാഗരൂകതയായി, ഒരല്പം ജാഗ്രതയോടെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ആ ഭാഗ്യനാട്ടിലേക്ക് ചെല്ലാം. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരാൻ പോകുന്നു. നമുക്ക് അല്പക്കൂടി ജാഗ്രതയോടുകൂടി, നമുക്ക് സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ രാത്രിയിൽ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കണം. മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരത്തെക്കുറിച്ച് ചിന്തിക്കണം. തിരുവചന പ്രകാരം ജീവിക്കുന്നില്ലെങ്കിൽ ഇന്നത് ചിന്തിക്കണം. ഏതെങ്കിലും പള്ളിയിൽ മുറുകെ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നതിൽ അർത്ഥമില്ല. ഈ തിരുവചന പ്രകാരം ജീവിപ്പിച്ച് നമ്മളെ അക്കരെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഷെഡായാലും അവിടെ പോയി കർത്താവിനെ സേവിക്കണം. പള്ളിയുടെ ഉയരമല്ല നിങ്ങൾ നോക്കേണ്ടത്, അതിൻ്റെ മണിയും മറ്റും മറ്റ് കെട്ടുമല്ല നിങ്ങൾ നോക്കേണ്ടത്, അക്കരെ ചെന്നെത്തുക എന്നുള്ളതാണ് വിഷയം. ഓലമേഞ്ഞ ഷെഡായാലും വേണ്ടുകയില്ല, വചനപ്രകാരം ജീവിച്ച് അക്കരെ എത്തുകയാണ് വേണ്ടത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കഷ്ടതകൾ തീർന്ന്, ഈ പ്രതിസന്ധികൾ തീർന്ന് നമ്മൾ ഭാഗ്യനാട്ടിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് അവിടെ നിന്ന് വരുവാൻ പോവുകയാണ്. എല്ലാവർക്കും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാ